السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان. بسم الله ما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي آمين يا رب العالمين. സമാദരണീയരായ നമ്മുടെ നേതൃത്വം, സാദാത്തുക്കൾ, ബഹുവന്യരായ പണ്ഡിതന്മാർ, കേരള മുസ്ലിം ജമാഅത്തിന്റെയും സുന്നി യുവജന സംഘത്തിന്റെയും സുന്നി വിദ്യാർത്ഥി സംഘടനയുടെയും ആദരണീയരായ നേതാക്കൾ, സ്നേഹമുള്ള സഹപ്രവർത്തകന്മാർ, സുഹൃത്തുക്കൾ, ഈ കവലയിൽ ഞങ്ങളെ കേൾക്കുന്ന നല്ലവരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സമകാലികമായി ഉണ്ടായ വിഷയങ്ങളിൽ ഈ പ്രസ്ഥാനത്തെയും അതിന്റെ നേതൃത്വത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ വസ്തുതകൾ തുറന്നു കാണിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ കൃത്യമായ റൂട്ടും വഴിയും വിശദീകരിക്കുന്നതിനു വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള പരിപാടിയാണിത്. ഇൻഷാ അല്ലാഹ് മഗ്രിബിന് ശേഷം വിശദമായി അഭിഷേകമായ ചർച്ചകൾ ഇവിടെ നടക്കുന്നതാണ്. കേരളത്തിലെ ഇസ്ലാമിക ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ചാൽ 1920-കൾക്ക് ശേഷമാണ് സംഘടനാപരമായ വഴികളും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കക്ഷിത്വങ്ങളുമൊക്കെ നമുക്കിടയിൽ വ്യാപകമാകുന്നത്. അതിന്റെ മുമ്പ് നമുക്കിടയിലുണ്ടായിരുന്ന സാഹചര്യം, മുസ്ലിം മഹല്ലത്തുകൾ എന്നത് മുസ്ലിമീങ്ങളുടെ ആധികാരികമായ നേതൃത്വവും ആ പള്ളിയിലെ ഇമാമ്, ഖാളി, അവരുടെ കൂടെയുള്ള ഉമറാക്കൾ, ആ മഹല്ല് കേന്ദ്രീകരിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ജ്ഞാനോന്മുഖമായ പുരോഗതികളിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം നമുക്കിടയിലുണ്ടായിരുന്നു. ആ ഒരു നല്ല പൈതൃകത്തെയും സാഹചര്യത്തെയും തകർത്തുകൊണ്ട് ഇമാമുമാരുടെയും ഉമറാക്കളുടെയും സംഘടിതമായ വഴികളിൽ വിഘ്നം സൃഷ്ടിച്ചുകൊണ്ട് അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതകളും ശൈഥില്യങ്ങളും കൊണ്ടുവന്ന് 1920-കളിൽ കേരളീയ വഹാബി പ്രസ്ഥാനത്തിന്റെ സംഘടിതമായ പ്രവർത്തനം, ഐക്യസംഘം എന്നതുൾപ്പെടെ വിവിധങ്ങളായ പരിണാമങ്ങളിലൂടെ സംഘടിതമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോൾ ആ വഹാബീസത്തിന്റെ കേരളീയ രൂപം ലോകത്തെല്ലായിടത്തും എന്ന പോലെ മുസ്ലിം സമുദായത്തിന്റെ സംഘടിതമായ ശക്തിയെയും ആദർശപരമായ ഐക്യത്തെയും തകർക്കുന്നു എന്ന തിരിച്ചറിവ് അന്ന് നമ്മുടെ രാജ്യത്ത് ജീവിച്ച ഉലമാക്കൾക്കിടയിലുണ്ടായി. എങ്കിൽ ആ ഐക്യത്തിനെതിരെ, മുസ്ലിം മഹല്ലത്തുകളെ ശിഥിലീകരിക്കുന്ന പ്രവണതകൾക്കെതിരെ ഈ സമുദായത്തെ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിയ അന്നത്തെ ഉലമാക്കൾ സംഘടിതമായി മുസ്ലിം സമുദായത്തിന്റെ ഐക്യം തകർക്കാൻ കടന്നുവന്ന വിദയി കക്ഷികളെ സംഘടിതമായി തന്നെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്നാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്നത്.
ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപിത ലക്ഷ്യം ബിദഅകളെ പ്രതിരോധിക്കുക എന്നതാണ്. ആശയപരമായി ഈ സമുദായത്തിന്റെ ആദർശ ഐക്യത്തിൽ വിള്ളൽ വീഴ്ത്താൻ, ബിദഅകൾക്ക് ഈ സമുദായത്തിൽ കടന്നു വരാൻ അവസരം കൊടുക്കാതെ പ്രതിരോധിക്കുക എന്ന ആ സ്ഥാപിത ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സഹായകമായ വളരെ കൃത്യമായ നയങ്ങളും നിലപാടുകളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്വീകരിച്ചു പോന്നു. ആ നയമായിരുന്നു ബിദഅകളോട് ഇസ്ലാമികമായി സ്വീകരിക്കേണ്ട സമീപനമായി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടത്തെ ദർശനങ്ങളെ നിർണയിച്ചുകൊണ്ട് ഇമാമിയങ്ങളും രേഖപ്പെടുത്തി വച്ച ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഈ സമുദായത്തിൽ നിന്ന് ബിദഅകളെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രഥമമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്വീകരിച്ച സമീപനം അവരെ മതപരമായി ബഹിഷ്കരിക്കുക എന്നതാണ്. എന്തുകൊണ്ട് ബിദഅകളെ മതപരമായി ബഹിഷ്കരിക്കുന്നു? ഒന്നാമതായി അവർ ബിദഅ കക്ഷികളാണ് എന്നതുകൊണ്ട് തന്നെ. ഇനി സാമാന്യമായി നമ്മൾ ചിന്തിച്ചാൽ 70കളിൽ കേരളത്തിൽ വന്ന വഹാബിസം അതുവരെ ഈ രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങളായി അംഗീകരിക്കുകയോ സമ്മതിക്കുകയോ ചെയ്യുന്നവരായിരുന്നില്ല. ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ ശിർക്ക് ചെയ്യുന്നവരും അതുകൊണ്ട് തന്നെ അവരുടെ രക്തം ഹലാലും സമ്പത്ത് അനുവദനീയവുമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളീയ മുസ്ലിമീങ്ങൾക്കിടയിലേക്ക് വഹാബിസം സംഘടിതമായി രൂപപ്പെടുത്തി വന്നത് എന്നതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി അവർ ബിദ്അത്തുകാരാണ് എന്നതിന്റെ പുറമെ സാമാന്യമായി നമ്മൾ ചിന്തിച്ചാൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് പരസ്പരം മുസ്ലിമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് നൽകേണ്ട ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ മുസ്ലിമീങ്ങളായി നമ്മെ അംഗീകരിക്കാത്ത വഹാബികളുമായി നൽകേണ്ടതില്ല എന്നത് സാമാന്യമായി ആർക്കും ചിന്തിച്ചാൽ ബോധ്യപ്പെടുന്ന കാര്യമാണ്. സാമാന്യമായി വിലയിരുത്തിയാലും മതപരമായി മനസ്സിലാക്കിയാലും ആ വഹാബികളെ മതപരമായി ബഹിഷ്കരിക്കണം എന്ന കാര്യം കൃത്യമാണ്. അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ സ്ഥാപിത ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സഹായകമായി സ്വീകരിച്ച ഒന്നാമത്തെ നടപടി അവരെ മതപരമായി ബഹിഷ്കരിക്കുക എന്നതാണ്. അതിന്റെ ഭാഗമായി ധാരാളം ഫത്വകൾ സമസ്ത നൽകിയിട്ടുണ്ട്. 1950കളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കളിൽ പ്രധാനികളായ 8ഓളം വരുന്ന പണ്ഡിതന്മാർ പെരിന്തൽമണ്ണയിൽ ചേർന്നുകൊണ്ടെടുത്ത പ്രഖ്യാപിതമായ ഒരു പ്രമേയം, ഒരു പ്രഖ്യാപനമുണ്ട്. അത് അവരുമായി സലാം പറയാനോ മറ്റു മതപരമായ മര്യാദകൾ അവർക്ക് നൽകുകയോ ചെയ്യേണ്ടതില്ല എന്ന് 1950കളിൽ അടക്കം അതിന്റെ മുമ്പ് ധാരാളമായി സമസ്തയുടെ ഉലമാക്കൾ നടത്തിയ ഫത്വകളിലുണ്ട്. മാത്രമല്ല ആ തർക്കുൽ മുവാലാത്ത് എന്ന് പറയുന്ന ആശയത്തെ വളരെ കർക്കശമായി വളർത്തിയെടുക്കാനും സമുദായത്തിലേക്ക് അത് പഠിപ്പിക്കാനും വളരെ കൃത്യമായി മുന്നോട്ട് വന്ന ഒരു പണ്ഡിതനായിരുന്നു ഇ കെ അബൂബക്കർ മുസ്ലിയാർ. ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ പ്രവർത്തന കാലഘട്ടത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിയായി അദ്ദേഹം സാരഥ്യം വഹിക്കുമ്പോ അന്നത്തെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ 4ാം ക്ലാസ്സിലെ അഖ്ലാഖ് എന്ന പാഠപുസ്തകത്തിലേക്ക് ഇ കെയുടെ കാർമ്മികത്വത്തിൽ രൂപപ്പെടുത്തിയ കരിക്കുലമുണ്ട്. അഖ്ലാഖ് എന്ന് പറയുന്ന ആ പാഠപുസ്തകത്തിലെ 4ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ആദാബുസ്സലാം എന്ന് പറയുന്ന ഹെഡിങ്ങിൽ സലാം പറയുന്നതിന്റെ മര്യാദകൾ പഠിപ്പിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ പഠിപ്പിച്ചത് മുസ്ലിമീങ്ങൾ തമ്മിൽ പരസ്പരം സലാം പറയേണ്ടവരാണ്. സലാം പറഞ്ഞാൽ മടക്കൽ നിർബന്ധവുമാണ്. എന്നാൽ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി മുതലായ പുത്തൻവാദികൾക്ക് സലാം മടക്കുകയോ മടക്കിയ സലാം പറയുകയോ സലാം പറഞ്ഞാൽ മടക്കുകയോ ചെയ്യേണ്ടതില്ല എന്ന് 4ാം ക്ലാസ്സിൽ വഹാബീസത്തിന്റെ വൈകൃതങ്ങളെ കൃത്യമായി ഒന്നും അവബോധമില്ലാത്ത കൊച്ചു മനസ്സുകളിലേക്ക് പോലും ഭാവിയുള്ളവർ ബിദ്അ
വിരുദ്ധരാകണം എന്ന ലക്ഷ്യത്തിൽ EK അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ 4ാം ക്ലാസ്സിലടക്കം ഈ വിദഈ വിരുദ്ധത പഠിപ്പിക്കുകയാണ്. മാത്രമല്ല സഹോദരന്മാരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്വീകരിച്ച ഈ സമീപനം വിദഈകളെ മതപരമായി ബഹിഷ്കരിക്കാൻ പണ്ഡിത സമൂഹത്തിന്റെ ആഹ്വാനം ഈ സമുദായത്തിലേക്ക് വന്നപ്പോൾ സമുദായം ആ ആഹ്വാനം ഏറ്റുപിടിക്കുകയാണ്. ഏറ്റുപിടിച്ചു എന്ന് മാത്രമല്ല, ആ സമൂഹത്തിന്റെ മുന്നിൽ വിദഈ ആശയങ്ങളുമായി കടന്നു വന്ന വഹാബികൾ സാമുദായിക മുഖ്യധാരയിൽ നിന്ന് പിറകോട്ടു പോകേണ്ടി വന്നു. അങ്ങനെ സമുദായ മുഖ്യധാരയിൽ നിന്ന് ഒറ്റപ്പെട്ടുപോയ ഈ വിഭാഗം ഇനി എങ്ങനെ സമുദായത്തിൽ രംഗപ്രവേശനം ചെയ്യാം എന്ന ആലോചനയിൽ അവർ കണ്ടെത്തിയത് കേരളത്തിൽ മുസ്ലിമീങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഒരു പ്രത്യേകമായ രാഷ്ട്രീയ പാർട്ടിയെ ഉപയോഗപ്പെടുത്തി ആ രാഷ്ട്രീയ പാർട്ടിയുടെ തണലിൽ വഹാബിസം വളർത്തുക എന്ന ആഗോളതലത്തിൽ വഹാബികൾ കൈകാര്യം ചെയ്ത ആ ശൈലി തന്നെ സഹോദരന്മാരെ ഈ രാജ്യത്ത് വഹാബികൾ പയറ്റാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് മലബാറിൽ ഒരു മുസ്ലിം സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വഹാബികളാൽ രൂപം നൽകപ്പെടുന്നത്. പക്ഷേ ആലിമീങ്ങൾ ബഹിഷ്കരിക്കാൻ പ്രഖ്യാപിച്ച മൗലവിമാർ ഈ സമുദായത്തിൽ അവർ പറയുന്ന മതം സമുദായം ബഹിഷ്കരിക്കുമെന്ന പോലെ തന്നെ അവർ പറയുന്ന രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെയും ശൈലികളെയും ഈ സമുദായം മൈൻഡ് ചെയ്തില്ല. അതിന്റെ ഭാഗമായി ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്ത് തന്നെ പൊടിപിടിച്ചു കിടക്കുകയാണ്. അങ്ങനെയാണ് പിന്നീട് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ മലബാറിലെ മുസ്ലിമീങ്ങളെ സാദാത്തുക്കളുടെ പിന്നിലാണ് എന്ന് തിരിച്ചറിയുന്നത്, ആലിമീങ്ങളുടെ പിന്നിലാണ്, അതുപോലെ പണ്ഡിതന്മാരുടെ പിറകിലാണ് മലബാറിലെ മുസ്ലിമീങ്ങൾ എന്ന് മനസ്സിലാക്കിയ ആ വിഭാഗം ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പതാക സുഹൃത്തുക്കളെ ആ മൗലവിമാരിൽ നിന്ന് വാങ്ങിയിട്ട് സമുദായം ആദരിക്കുന്ന സാദാത്തുക്കളിൽ ഏൽപ്പിക്കുകയാണ്, സമുദായം ബഹുമാനിക്കുന്ന പണ്ഡിതന്മാരിൽ ഏൽപ്പിക്കുകയാണ്. ആ പണ്ഡിതന്മാർ മഹാനായ ചാപ്പനങ്ങാടി ബാപ്പുസ്താദിനെ പോലെയുള്ളവർ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വേദിയിൽ ഫാത്തി ഓതി പരിപാടി തുടങ്ങിക്കൊടുത്തു. മാത്രമല്ല മഹാന്മാരായ സാദാത്തുക്കൾ വിയർപ്പൊഴുക്കി ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ നിന്നു. അങ്ങനെ ആ രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിലേറിയപ്പോൾ അന്ന് ആദരണീയരായ സാദാത്തുക്കള് ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചാൽ പ്രഖ്യാപിക്കപ്പെട്ടവരാര് എന്ന് പരിശോധിക്കാതെ പ്രഖ്യാപിച്ചത് തങ്ങന്മാരാണ് എന്ന് മനസ്സിലാക്കി ആലിമീങ്ങളെ പാതിരാവയലിലുണ്ടാക്കിയ ആ അഹ്ലു ബൈത്തിനോടുള്ള ആദരവ് കൊണ്ട് ആ സമുദായം കണ്ണു ചിന്തി അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയാണ്. പക്ഷേ തങ്ങന്മാർ നിഷ്കളങ്കരായിരുന്നു. ആ നിഷ്കളങ്കരായ തങ്ങന്മാർ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അധികാരത്തിലേറ്റാൻ വിയർപ്പൊഴുക്കി എന്നതല്ലാതെ അധികാരത്തിന്റെ മധുരത്തിൽ കൈയിടാൻ അവർ ആഗ്രഹിച്ചില്ല. അങ്ങനെ അധികാരത്തിൽ നിന്ന് അകന്നു നിന്ന സാദാത്തുക്കളുടെ നിഷ്കളങ്കതയെ ദുരുപയോഗം ചെയ്ത അധികാരത്തിലേറിയ അധിക പങ്കും ആളുകൾ സുഹൃത്തുക്കളെ തങ്ങന്മാരെ ആദരിക്കാത്തവരാണ്, അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കാത്തവരാണ്. ആ ഒരു സാഹചര്യം വന്നപ്പോൾ അങ്ങനെ സാദാത്തുക്കളുടെ തണലിൽ അധികാരത്തിലേറിയ ആളുകളിൽ അധിക പേരും സുന്നത്തിയമായത്തിന്റെ വിരുദ്ധരായ ആളുകളാവുകയും ആ അധികാരത്തെ സുന്നത്തിയമായത്തിന്റെ സ്വാധീനത്തെയും ആദർശത്തെയും തകർക്കാനുള്ള പദ്ധതികളായി അവർ സ്വീകരിക്കുകയും ചെയ്തു. ഒന്നാമതായി അധികാരത്തിലുള്ള ഗവൺമെന്റിൽ നിന്ന് നൽകപ്പെടുന്ന ആനുകൂല്യങ്ങൾ ഓഹരി ചെയ്യാൻ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അധികാരത്തിലെത്തിയ സാദാത്തുക്കളെ അവഗണിച്ചുകൊണ്ട് മൗലവിമാർ രംഗത്ത് വരികയാണ്. അങ്ങനെയാണ് പണ്ട് കാലങ്ങളിൽ അത്തരം സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിൻബലത്തിൽ ഉണ്ടായിരുന്ന അധികാരം ഈ സമുദായത്തിന് നൽകിയ ആനുകൂല്യങ്ങളിൽ അധിക പങ്കും ഓഹരി ചെയ്തെടുത്തത് ഈ സമുദായത്തിലെ വഹാബികളും മൗദൂദികളും അടക്കമുള്ള കക്ഷികളാണ്. തീർന്നില്ല, അധികാരത്തിന്റെ ആനുകൂല്യങ്ങൾ അവർ പങ്കുവച്ചു എന്നത് മാത്രമല്ല, നമ്മുടെ അവകാശങ്ങൾ അധികാരം കൊണ്ട് കവർന്നെടുക്കാനും അവർ മുന്നോട്ട് വരികയാണ്. അങ്ങനെയാണ് കോഴിക്കോട് മൊഹീദ്ദീൻ പള്ളി അടക്കം മൊഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ അറുത്ത കോഴി തിന്നാൽ വഹാബിക്ക് ശിർക്കാൻ, എന്നാൽ കോഴിക്കോട്ടങ്ങാടിയിലെ മൊഹീദ്ദീൻ ശൈഖിന്റെ പേരിലുള്ള പള്ളിയിൽ നിസ്കരിച്ചാൽ വഹാബിക്ക് തൗഹീദാണ്. എന്റെ വെറുതെ കിട്ടിയപ്പോൾ തൗഹീദ് ശിർക്ക് തൗഹീദായി മാറിയതാണ്. ഷാദുൽ ഇമാമിന്റെ പള്ളി അടക്കം കോഴിക്കോട് പരിസരത്തടക്കം ധാരാളം വഖഫുകൾ സുന്നത്തിയമായത്തിന്റെ ആലിമീങ്ങളെയും
സാദാത്തുക്കളെയും അവഗണിച്ച് അധികാരത്തിലുള്ള സ്വാധീനം കൊണ്ട് വഖഫ് ബോർഡിൽ നിന്ന് സുന്നികളെ നിർദാക്ഷിണ്യം നിരാകരിച്ച് സുഹൃത്തുക്കളെ ഏകപക്ഷീയമായി നമ്മുടെ അവകാശങ്ങൾ അവർ കവർന്നെടുത്തു. മാത്രമല്ല സുഹൃത്തുക്കളെ, ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായതിന്റെ പുറമെ പൊതു സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി എങ്ങനെ വഹാബിസം വളർത്താം എന്ന് മൗലവിമാർ ചിന്തിക്കുകയാണ്. അന്ന് ഒരു മദ്രസ മുജാഹിദുകൾ ഉണ്ടാക്കിയാൽ ആ മദ്രസയിലേക്ക് കുട്ടികളെ വിടാൻ ആളെ കിട്ടാത്ത കാലമാണ്. ആ കാലത്ത് ഒരു മുജാഹിദ് മദ്രസയുടെ അഭാവം പരിഹരിക്കാൻ പര്യാപ്തമായ ഒരു പാഠപുസ്തകം അറബി ഭാഷയുടെ വ്യാജേനെ നമ്മുടെ സ്കൂളുകളിലെത്തുകയാണ്. നമ്മൾ അറിയാതെ നമ്മുടെ ചെലവിൽ നമ്മുടെ മക്കളെ വഹാബി ആശയം പഠിപ്പിക്കാൻ അധികാരത്തിന്റെ സ്വാധീനം കൊണ്ട് ഇവിടെ ഗവൺമെന്റുകൾ മുന്നോട്ട് വന്നു. ഈ സമയത്താണ് സംഘടിതമായ സ്വഭാവത്തിൽ ആലിമീങ്ങൾ പ്രവർത്തിക്കാൻ ഇറങ്ങുകയും അതിന് ബിദഈ പ്രതിരോധത്തിന്റെ മാനദണ്ഡങ്ങളും വഴികളും സ്വീകരിക്കുകയും ചെയ്തതിന്റെ പുറമെ ഇവിടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട്, അധികാരത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് തകർക്കാനും ബിദ്അത്ത് വളർത്താനുമുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും അത് രാഷ്ട്രീയ സ്വാധീനത്തിലാണ് എന്നും തിരിച്ചറിഞ്ഞ ഉലമാക്കൾ സമസ്ത തെറുക്കുൽ മുബാലാത്ത് എന്ന നയം സ്വീകരിച്ചതുപോലെ രാഷ്ട്രീയപരമായ നയവും സ്വീകരിക്കാൻ നിർബന്ധിതമാവുകയാണ്. എന്തായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രാഷ്ട്രീയ നയം? കേവലം അത് ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനില് മണ്ണാർക്കാട് മണ്ഡലത്തെ പരിഗണിച്ചുകൊണ്ട് മാത്രം എടുത്ത ഒരു നിലപാടല്ല. മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ആ മണ്ണാർക്കാട് മണ്ഡലത്തിലടക്കം കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും എടുത്ത രാഷ്ട്രീയപരമായ നയങ്ങൾ, ആ നയങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടുകൾക്ക് പുറത്താണ് എന്ന് ആരെങ്കിലും മൈക്കുകെട്ടി പ്രസംഗിക്കുന്നുവെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് അഭിഷേകമായി സമസ്തയുടെ നയമെന്ത് എന്ന് അതിന്റെ ചരിത്രപരമായ രേഖ വെച്ച് തെളിയിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, എന്തായിരുന്നു സമസ്തയുടെ രാഷ്ട്രീയ നയം? അത് ജമാഅത്തെ ഇസ്ലാമിയുടെ നയം പോലെയല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ നയം എന്ന് പറയുന്നത് ഒരു കാലത്ത് ജനാധിപത്യ ബഹിഷ്കരണമാണ്. ഈ രാജ്യത്ത് ഇലക്ഷനിൽ പങ്കുകൊള്ളാൻ പാടില്ല, ജനാധിപത്യത്തെ മാനിക്കാൻ പാടില്ല. ഇലക്ഷനിൽ ഒരാൾ പങ്കുവഹിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്നതാണ് ആ കാലത്തെ ഭീകരമായ ജനാധിപത്യ വിരുദ്ധ നിലപാടിനെ ഒരു മൗലവി വിശദീകരിക്കാൻ. അക്കാലത്ത് ജമാഅത്തിന്റെ നിലപാട്, ഇലക്ഷൻ നടക്കുന്ന ഒരു സ്കൂളിൽ, ആ ഇലക്ഷൻ നടക്കുന്ന ഒരു LP സ്കൂളിന്റെ മുന്നിലൂടെ നമ്മളൊരു ഓട്ടോറിക്ഷയിൽ വരെ പോകാൻ പാടില്ല. ഏതെങ്കിലും ഒരു LP സ്കൂളിൽ ഇലക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അന്ന് ആ റോട്ടിലൂടെ ഒരു ഓട്ടോറിക്ഷയിൽ പോയാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന വാദം ജനാധിപത്യ വിരുദ്ധതയുടെ പേരിൽ ഈ രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമി പഠിപ്പിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ അന്ന് ജമാഅത്തെ ഇസ്ലാമി ഇലക്ഷന് നിശിതമായി വിമർശിക്കുന്ന കാലഘട്ടമാണ്. വോട്ട് എന്ന് പറഞ്ഞതിന്റെ അടുത്തൊന്നും പോകാൻ പാടില്ല. വോട്ട് എന്നതിന്റെ അടുത്തു പോലും പോയിക്കൂടാ, പോയാൽ ഇസ്ലാമിന്റെ പുറത്താണ്. ഇതാണോ സഹോദരന്മാരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നയം? ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിക ഭരണമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയത് കൊണ്ട് മുസ്ലിമാവൂല. എന്നാൽ ഇവിടെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ പോലും ഒരു വോട്ട് പറ്റൂല. പിന്നെങ്ങനെ വേണം? സായുധ കലാപം വേണം. അതിനുവേണ്ടി ഇസ്ലാമിലെ ആരാധനകളെ, ഈ രാജ്യത്തെ താഗൂത്തി ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള സായുധ കലാപത്തിന്റെ സൈനിക പരിശീലനമായി ജമാഅത്തെ ഇസ്ലാമി നിർവചിക്കുകയാണ്. അങ്ങനെയുള്ള മതേതര ജനാധിപത്യ രാഷ്ട്രവിരുദ്ധമായ സമീപനവുമായി മുന്നോട്ട് പോയ ജമാഅത്തെ ഇസ്ലാമി അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിക്കപ്പെട്ടു. മൗലവിമാർ ജയിലുകളിൽ അടക്കപ്പെട്ടു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഹുകൂമത്തെ ഇലാഹി എന്ന കുന്തം ഇഖാമത്തുദ്ദീൻ എന്ന ഒരു അവസ്ഥയിലേക്ക് അവർ ചെരിച്ചു വെച്ചത്. അതൊരു ജമാഅത്ത് മൗലവി പറയുന്നുണ്ട്, അന്നത്തെ അത്ര ഡോസിലൊന്നും ഇപ്പൊ ഞങ്ങൾ സംസാരിക്കാറില്ല, തടി കാത്തിട്ടേ ഇപ്പൊ സംസാരിക്കാറുള്ളൂ എന്നാണ്. ഇത്ര തീർത്തും ജമാഅത്തെ ഇസ്ലാമി പറയുന്നില്ല. ഇപ്പോ കുറച്ചൊക്കെ സൂക്ഷിച്ചിട്ട് വർത്താൻ പറയുന്നത്, നമുക്കിവിടെ ജീവിക്കട്ടെ. അപ്പൊ അതിനെ പരിഗണിച്ചിട്ട് ചിലപ്പോ ഡെമോക്രസി, മറ്റേ സെക്യുലറിസം എല്ലാം പറഞ്ഞിട്ടു. അതൊക്കെ പദം കൊണ്ടുള്ള കളിയാ.
ആ കളി സോളിഡാരിറ്റി വെൽഫെയർ അടക്കമുള്ള എന്ത് മണ്ണാങ്കട്ട പറഞ്ഞാലും സാധനം ഇത് പഴയ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് ജമാഅത്തേർക്ക് മാത്രമേ മനസ്സിലായുള്ളൂ എന്നാണ് അവർ കരുതിയത്. ഇക്കഴിഞ്ഞ ഇലക്ഷനിലും കെട്ടുവെച്ച കാശ് ഒരു മണ്ഡലത്തിൽ പോലും ലഭിക്കാത്ത രൂപത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പതനം ആ കളി എന്ന കളിയാണ് എന്ന് ജമാഅത്തിനെ വീണ്ടും ബോധ്യപ്പെടുത്താൻ. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയും മാധ്യമവും അവരൊന്നും സ്വന്തം ആസ്ഥാനത്തെ അപകടങ്ങളോ ഒഴിച്ചകളോ കുറിച്ച് ആലോചിക്കാറില്ല. ഇതര സംഘടനകളുടെ പോരായ്മകളാണ് അവർ പരിശോധിക്കുകയും കണ്ടെത്തുകയും ചെയ്യാറുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, ഈ ഒരു നിലപാട് രാഷ്ട്രീയ നയം സ്വീകരിക്കുന്നിടത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്വീകരിച്ചില്ല. ഇല്ല എന്നതിനർത്ഥം നമുക്ക് രാഷ്ട്രീയപരമായ നയമില്ല എന്നല്ല. എന്താണ് ആ രാഷ്ട്രീയ നയം? നമ്മുടെ പ്രവർത്തകന്മാർ 14 വയസ്സുള്ള മുതഅല്ലിമീങ്ങളെ വോട്ടിൽ സ്ലിപ്പ് മുറിച്ചു കൊടുക്കലല്ല. ഒരു ഇലക്ഷൻ ബൂത്തിലും ഇതര ആളുകളെ വോട്ട് ചെയ്യിപ്പിക്കൽ നമ്മുടെ ഉത്തരവാദിത്വവുമല്ല. എന്റെ ഭാര്യയെ ഞാൻ വോട്ട് ചെയ്യിപ്പിക്കാറുണ്ട്. അതുപോലെ ഈ സംഘടനയുടെ പ്രവർത്തകന്മാർ എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് എല്ലാം സംഘടന നിർദ്ദേശിക്കുന്നത് പോലെ അതും സംഘടന നിർദ്ദേശിക്കാറുണ്ട്. ചിലർ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ സമുദായത്തിലെ ചില നല്ലവരായ മാന്യന്മാരെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചത് ഏതൊക്കെയോ മണ്ഡലത്തിൽ നമ്മുടെ മുതഅല്ലിമീങ്ങൾ വോട്ട് പിടിക്കാൻ പോയി എന്നാണ്, അല്ലെങ്കിൽ സ്ലിപ്പ് മുറിച്ചു കൊടുക്കാൻ പോയി എന്നാണ്. നല്ലവരായ ഇത്തരം ഉമറാക്കളെ തെറ്റിദ്ധരിപ്പിച്ച് തങ്ങളുടെ ചക്കുളത്തിപ്പോരിന് കൂടെ ചേർത്തി വെക്കാമെന്ന് ആലോചിച്ച് ഒരുപാട് കാലമായി ഉറക്കൊഴിച്ച് നടക്കുന്ന കക്ഷികളുണ്ട്. ഞങ്ങൾ പറയുന്നത് അതൊക്കെ താൽക്കാലികമാകാം. ഇതിലും വലിയ രൂക്ഷമായ കാളൂട്ടുകളൊക്കെ കണ്ടിട്ടാണ് സുഹൃത്തുക്കളെ അത്തരം സാമുദായിക നേതാക്കൾ നിഷ്കളങ്കരൊക്കെയും മാന്യമായ നിലപാടുകൾ പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്നും ഈ പ്രസ്ഥാനത്തിന്റെ നിലപാട് നമ്മൾ ഒരു പാർട്ടിയുടെ കൊടി പിടിക്കണമെന്നല്ല. നിരന്തരമായി ഇന്നും ഒരു ഇസ്ലാമിക വേദിയിൽ വെച്ചത് കൃത്യമായി അനുയായികളെ ബോധിപ്പിക്കാൻ കഴിയുന്ന പ്രസ്ഥാനം അതാ മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ ഈ പ്രസ്ഥാനം മാത്രമാണ്. ബഹുമാനായ പേരോട് ഉസ്താദ് അടക്കം നമ്മുടെ നേതാക്കൾ ആവർത്തിച്ച് പഠിപ്പിക്കാറുള്ള ആ വിഷയം, ഇവിടെ നമ്മൾ ഏതോ പാർട്ടിക്ക് വോട്ട് പിടിക്കുന്നവരാണ്, അല്ലെങ്കിൽ നമ്മെ ആരോ കുരങ്ങ് കളിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദിന്റെ അനുയായികളെ ഉപയോഗപ്പെടുത്തി ആരോ കുരങ്ങിനെ കൊണ്ട് ചുടുചോരമാന്തിക്കുന്നു എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ട് എങ്കിൽ അവർ തെറ്റിദ്ധരിച്ചവരാണെങ്കിൽ അവർക്ക് കാര്യം ബോധ്യപ്പെടാൻ നമ്മുടെ നേതൃത്വത്തിന്റെ ആ ഉപദേശം ഞാൻ കേൾപ്പിക്കുകയാണ്. നിങ്ങൾ ഇടതുപക്ഷം നോക്കണ്ട, വലതുപക്ഷം നോക്കണ്ട, നിങ്ങൾ അല്ലാഹുവിനെ വെറുതെ പിടിക്കണം. ഒരിടതും വലതുമല്ല നമ്മളെ ദീന് നിയന്ത്രിക്കുന്നത്, അമ്മയാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ SYSന്റെ പ്രവർത്തകരെ, SSFന്റെ പ്രവർത്തകരെ, നമ്മൾ രാഷ്ട്രീയത്തിന്റെ കൊടിയും പിടിച്ച് നടക്കാറുള്ളവരല്ല. നമ്മൾ അല്ലാഹുവിന്റെ ദീനിന് പ്രവർത്തിക്കാൻ നമ്മളെ ഉള്ളൂ. രാഷ്ട്രീയക്കാര് രാഷ്ട്രീയവും കൊണ്ട് നടക്കട്ടെ. നമ്മൾ അല്ലാഹുവിന്റെ ദീനിന്റെ 100% പ്രവർത്തകരാകണം, സജീവമായ പ്രവർത്തകരാകണം. ആര് ഭരിച്ചാലും സഹായം റബ്ബിൽ നിന്നാണ്. ഇതാണ് ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ. അന്ന് മുതൽ ഇന്ന് വരെ, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിലും ഈ പ്രസ്ഥാനത്തിന്റെ നിലപാടും അതിന്റെ നേതാക്കൾ അനുയായികളെ പാകപ്പെടുത്തുന്ന ശൈലിയും ഇതാണ്. ഈ ഒരു ശൈലി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അർഹതപ്പെടാനുണ്ടെങ്കിൽ അത് മഹാനായ സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിന് മാത്രമാണ്. ഇനി പറയട്ടെ, സഹായിക്കുന്നവൻ അള്ളയാണെങ്കിലും ഭക്ഷണം തരുന്നത് അള്ളയാണെങ്കിലും നാട്ടിലൊരു റേഷൻ ഷാപ്പ് ആവശ്യമാണ്. ഇതുപോലെ ജനാധിപത്യ രാജ്യത്താര് ഭരിച്ചാലും സഹായിക്കുന്നത് പടച്ചിറപ്പാണെങ്കിലും സഹായിക്കാൻ ആവശ്യമായ ഒരു ഗവൺമെന്റ് ആയിരിക്കണം. അതിനു വേണ്ടി ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു രാഷ്ട്രീയ നയം സ്വീകരിച്ചു. ആ നയം എന്താണ്? EK അബൂബക്കർ മുസ്ലിയാർ 1979 ലീഗ് ടൈംസിന്റെ ഒരു കോപ്പി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതിൽ EKയുടെ ഒരു പ്രസ്താവനയുണ്ട്. എന്താണ് EK പറയുന്നത്? സമസ്ത
സമസ്തക്ക് ഒരു രാഷ്ട്രീയ നയമുണ്ട്, സമസ്തക്കൊരു രാഷ്ട്രീയ നയമുണ്ട്. ആ നയം ജമാഅത്തെ ഇസ്ലാമിയുടെ നയമല്ല. ആ നയം അനുയായികളെ കണ്ട പാർട്ടികളിലേക്ക് കയറൂരി വിടലുമല്ല. ആ നയം എന്താണ്? ഈക്ക പറയുന്നു, ആ നയം നേരത്തെ സമസ്ത ആലോചിച്ച് തീരുമാനിച്ചതാണ്. ആ തീരുമാനിച്ചത് ഏതാണ്? സുഹൃത്തുക്കളെ, 1980 പ്രസ്താവനയാണ് ഈക്കയുടേത് ഇത്. എന്നാൽ അതിന്റെ മുമ്പ് ഈക്ക പറഞ്ഞ ആ സമസ്തയുടെ തീരുമാനം 1980 മാതൃഭൂമിയിൽ സ്റ്റേറ്റ്മെന്റായി വരികയാണ്. അതിൽ സമസ്തയുടെ ഒരു പ്രസ്താവന കാണാം: സുന്നി വിരുദ്ധരെ പരാജയപ്പെടുത്തണം, സുന്നി വിരുദ്ധരെ പരാജയപ്പെടുത്തണം. സുഹൃത്തുക്കളെ, ഇതാണ് സമസ്തയുടെ രാഷ്ട്രീയം എന്നത്. നമുക്ക് ഇടതില്ല, വലതില്ല, ലീഗില്ല, കോൺഗ്രസ് ഇല്ല, അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയില്ല. നമ്മൾ രാഷ്ട്രീയക്കാരുമല്ല. നമ്മുടെ മതം സുന്നത്തിയുമായിട്ടാണ്, നമ്മുടെ ആദർശം സുന്നത്തിയുമായിട്ടാണ്, നമ്മുടെ രാഷ്ട്രീയവും ആ സുന്നത്തിയുമായിട്ടിന്റെ സഹായകമായ നിലപാടിൽ അധിഷ്ഠിതമാണ്. ഞാൻ ഇടക്കോർമ്മപ്പെടുത്തട്ടെ, ഈ രണ്ട് നിലപാടുകളും സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യമായ വിദഈ വിരുദ്ധത, അതുപോലെ സഹോദരന്മാരെ രാഷ്ട്രീയപരമായി സമസ്ത കേരള സ്വീകരിച്ച രാഷ്ട്രീയമായ നയം, ഇത് രണ്ടും സ്വീകരിക്കുന്നതിൽ മഹാനായ കാന്തപുരം ഉസ്താദിന് പ്രത്യേകമായൊരു പങ്കുമില്ല. ഇന്ന് സമസ്തയുടെ ഇത്തരം നയങ്ങളെല്ലാം അവഗണിച്ച് അതെല്ലാം AP ഉസ്താദ് എന്തൊക്കെയോ ചില കാര്യലാഭങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഫിത്നയാണെന്ന് ഏതോ ചേളാരിയിലെ മദ്രസ മുല്ലമാർ വളർന്നു വരുന്ന കുട്ടികളുടെ മനസ്സിലേക്ക് കൊടുത്ത കുത്തിത്തിരിപ്പ് കൊണ്ടാണ് ആലിമീങ്ങളുടെ കോലം കത്തിക്കാൻ നിഷ്കളങ്കരായ ചെറുപ്പക്കാർ കടന്നു വരുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കണോ, ആ സമസ്തയുടെ ആലിമീങ്ങൾ എടുത്ത നിലപാട്, ആ നിലപാട് ഏറ്റവും കൂടുതൽ ഈ സമുദായത്തിൽ പഠിപ്പിക്കാൻ മുന്നോട്ട് വന്ന പണ്ഡിതൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയത്തിലും EK അബൂബക്കർ മുസ്ലിയാരാണ്. എന്തുകൊണ്ട് EK അബൂബക്കർ മുസ്ലിയാർ അങ്ങനെ രംഗത്ത് വന്നു? സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മൗലവിമാർ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അവർ സമുദായത്തിന്റെ ആനുകൂല്യം കൈയടക്കി വെക്കുന്നുണ്ട്, അതോടൊപ്പം നമ്മുടെ അവകാശം പിടിച്ചടക്കുന്നുണ്ട്. അതിന് പുറമെ പൊതുസംവിധാനം വിദഈ പ്രചോദനത്തിന് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള വസ്തുതകൾ ഉപയോഗപ്പെടുത്തി ജനാധിപത്യ രാജ്യത്തെ ഭരണത്തിൽ നീതി നിർവഹണത്തിന് പര്യാപ്തമായ രാഷ്ട്രീയ സംവിധാനം വേണം എന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ നിലപാടെടുത്തത്. ആ നിലപാട് നടപ്പിലാക്കാൻ EK അബൂബക്കർ മുസ്ലിയാർ രംഗത്ത് വന്നു എന്ന് മാത്രമല്ല, അന്ന് ഈ രാജ്യത്തെ പ്രഗത്ഭനായൊരു മുസ്ലിം മുജാഹിദ് എന്നല്ലേ കൊണ്ടോട്ടിയിലെ മുജാഹിദ് സമ്മേളനത്തിൽ വെച്ച് അയാൾ പ്രസംഗിച്ചു. എന്താണ് പറഞ്ഞത്? എന്റെ അവസാനത്തുള്ള രക്തവും ഞാൻ സുന്നികൾക്കെതിരെ ചെലവഴിക്കും. അങ്ങനെ പ്രസംഗിക്കുക മാത്രമല്ല, അയാൾ അതിനുവേണ്ടി ഒരുപാട് പണിയെടുത്ത മനുഷ്യനാണ്. ഒതായിൽ നമ്മൾ നിശ്ചയിച്ച സുന്നി സമ്മേളനോ അരീക്കോട്ടിൽ നിന്ന് നമുക്ക് കളായി വീട്ടേണ്ടി വന്നത് അത്തരം രാഷ്ട്രീയ തിട്ടൂരം കൊണ്ടാണ്. അതുപോലെ സുഹൃത്തുക്കളെ, പാലപ്പറ്റ പള്ളി കൂട്ടപ്പെടുമ്പോ ആ പള്ളി തുറക്കാൻ വന്നാൽ കൂടെ ആംബുലൻസ് കരുതണമെന്ന് പറഞ്ഞത് ആ രാഷ്ട്രീയ മുതലാളിയായിരുന്നു. ഇത്തരം ചില സമീപനങ്ങൾക്കെതിരെ കൊണ്ടോട്ടിയിൽ ചേർന്ന സുന്നി സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് EK അബൂബക്കർ മുസ്ലിയാർ സമസ്തയെടുത്ത രാഷ്ട്രീയ നയോ ഈക്കയുടെ തൊള്ളുകൊണ്ട് തന്നെ പ്രഖ്യാപിക്കുകയാണ്. അന്ന് ഈക്ക പ്രസംഗിച്ച പ്രസംഗം ഈ സദസ്സിലുള്ള താടിയും മുടിയും നിറച്ച കാരണവന്മാരുടെ ചെവിടുകളിൽ ഇപ്പോഴും ഉണ്ടാകും. അന്ന് ആ പ്രസംഗത്തിന്റെ പഴയ ഓഡിയോ നിങ്ങൾക്ക് കേൾക്കാം. എന്താണ് ഈക്ക പറയുന്നത്? വഹാബിയും കാഫിറും ഒരു മണ്ഡലത്തിൽ മത്സരിച്ചാൽ, വഹാബി എന്നത് പറയാൻ കാരണം സാധാരണഗതിയിൽ അവരായിരുന്നു അന്ന് ഈ പണിയെടുത്തത്. ഇനിയൊരു പക്ഷേ വഹാബിയെക്കാളും ഒരു കാഫിറാണ് ശല്യിച്ചെങ്കിൽ ഇല്ലത്തിലൊത്ത ഖിയാസാക്കേണ്ടി വരും. അപ്പോ ഇവിടെ EK അബൂബക്കർ മുസ്ലിയാർ പറയാൻ, ഒരു വഹാബിയും കാഫിറും മത്സരിച്ചാൽ ആ വഹാബിയെ തോൽപ്പിക്കാൻ കാഫിറിന് വോട്ട് ചെയ്യണോ? കാഫിറിന് എന്ന് പറഞ്ഞാൽ BJP അർത്ഥം വെക്കേണ്ടതില്ല. അങ്ങനെ അർത്ഥം വെച്ചവർ തെറ്റിദ്ധരിച്ചതാണോ എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. അതിന്റെ ഭരണപരമാത്ത നിരക്കിൽ ഞങ്ങൾ സഹായിക്കുന്നുവെങ്കിൽ അവർ ഞങ്ങളുമായി ചില നിഷേധങ്ങൾ ചെയ്തുകൊണ്ട് അവർ പോയി. അത് ഒരു വഹാബിക്കെതിരെ ഒരു ഹിന്ദു നിന്നാൽ ആ ഹിന്ദുവിനെ സഹായിക്കും.
ഇതാണ്. ഇവിടെ ഇടതില്ല വലതില്ല. ഇവിടെയുള്ള അടിസ്ഥാന വിഷയം ഈ ആദർശ പ്രബോധനത്തിന് തടസ്സം നിൽക്കുന്നതാരാണെങ്കിലും അത് വിലങ്ങുതടിയാണ്, ജനാധിപത്യപരമായി അവരെ കൈകാര്യം ചെയ്യുക എന്നതാണ്. കെ അബൂബക്കർ മുസ്ലിയാർ അവിടെ സ്വീകരിച്ച സമീപനം തന്നെയാണ് മണ്ണാർക്കാട് കാന്തപുരം ഉസ്താദിനും സ്വീകരിക്കേണ്ടി വന്നത്. അതും ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള ശത്രുതയായിരുന്നില്ല. പക്ഷേ കാലങ്ങളായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിവരവും വിദ്യാഭ്യാസവും സമുദായ സ്നേഹവുമുള്ള ആളുകൾ കാന്തപുരം ഉസ്താദിന്റെ നിർമ്മാണാത്മകമായ പ്രവൃത്തി ഈ സമുദായത്തിന് ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്തവരുണ്ട്. എന്തെങ്കിലുമൊക്കെ ഫസാദ് സൃഷ്ടിച്ചുകൊണ്ട് അവരെ കൂടി അകറ്റണം എന്നാഗ്രഹിച്ച ആളുകൾ ഇത്തരം കച്ചിത്തുരുമ്പ് തെരുവിൽ കൊണ്ടുവന്ന് മലീമസമാക്കുകയാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, കെ അബൂബക്കർ മുസ്ലിയാർ ഇങ്ങനെ പ്രസംഗിച്ചു എന്ന് മാത്രമല്ല, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം 1952 ഒരു കോൺഗ്രസ് പ്രചരണ പൊതുയോഗം. ആ പൊതുയോഗത്തിൽ പ്രസംഗ അധ്യക്ഷനാരാണ്? ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾ. അതിലെ പ്രസംഗകരാരാണ്? രണ്ടാമതായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇലക്ഷൻ പ്രചരണ പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നതാരാണ്? ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ. വ്യക്തിപരമായി പോയതാണ് ചിലർ പറയാറുണ്ട്. അത് ഹലാലോ ഹറാമോ വേറെ വിഷയം. പക്ഷേ പോയത് വ്യക്തിപരമല്ല എന്ന് താഴെ കൊടുത്ത ടൈറ്റിൽ നമ്മെ ബോധ്യപ്പെടുത്താൻ. എന്താണ് താഴെ പറയുന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മെമ്പർ എന്നാണ്. നാലാമതായി ആ പരിപാടിയിൽ പ്രസംഗിക്കുന്നത് ശ്രീ കെ കരുണാകരൻ എന്ന് പറഞ്ഞാൽ SKയുടെ കുട്ടികൾ കെയുടെ കൂടെ ചേർത്തി വായിച്ചതുകൊണ്ട് അത് മുഷാവറ മെമ്പറാണ് മനസ്സിലാക്കേണ്ടതില്ല. അയാൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവാണ്. ഇപ്പോൾ സമുദായത്തിലുള്ള മുസീബത്തിന്റെ പ്രധാന കാരണം നമ്മുടെ അബ്ദുർ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായപ്പോ ആ ചാക്കിരി പാസ് SLCക്കും കൂടി ബാധകമാക്കിയ കാലാണ്. അതുകൊണ്ട് തന്നെ ഏത് സംഘടന മെമ്പർഷിപ്പ് വർക്ക് നടത്തുമ്പോഴോ അടിസ്ഥാന യോഗ്യത SSLC ആയി പരിഗണിച്ച കാലാണ്. എന്നാൽ ഇങ്ങനെ സ്കൂളോ മദ്രസയോ തികഞ്ഞ ഒരുത്തനോ ചേളാരി സമസ്തയുടെ അനുയായികളായി ഇല്ല എന്നതാണ് ഇപ്പോൾ സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രതിസന്ധിയുടെ കാരണോ. ഇരിക്കട്ടെ, കെ അബൂബക്കർ മുസ്ലിയാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്റ്റേജിൽ ഔദ്യോഗികമായി ഇലക്ഷൻ പ്രചരണത്തിൽ പ്രസംഗിക്കുകയാണ്. ഞാൻ ഇവിടെ കാന്തപുരം ഉസ്താദിന്റെ വീട്ടുപടിക്ക പടക്കവുമായി പോയി പോലീസിന്റെ തല്ലുകൊള്ളുന്ന ഈ രാജ്യത്തെ ചെറുപ്പക്കാരോട് വിനതമായി പറയട്ടെ, മക്കളെ നിങ്ങൾ തടികേട് വരുത്തേണ്ടതില്ല. ഇപ്പൊ പോലീസ് സ്റ്റേഷനിലൊക്കെ ചില ശുദ്ധികലശം നടക്കുന്ന കാലമാണ്. മാത്രമല്ല അങ്ങനെ രാഷ്ട്രീയപരമായി ഇടപെട്ടതിന്റെ പേരില് മുസ്ലിം സുന്നത്തിയമായത്തിന്റെ പള്ളിക്ക് പടക്കമറിയാമെങ്കിൽ, രാഷ്ട്രീയപരമായ നയം പറഞ്ഞതിന്റെ പേരില് കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള പള്ളിമുറ്റത്ത് പടക്കമറിയാമെങ്കിൽ, കാന്തപുരം ഉസ്താദിനെ തെറി പറയാമെങ്കിൽ, അദ്ദേഹത്തിന്റെ കോലം കത്തിക്കാമെങ്കിൽ, നിങ്ങൾ ആദ്യമായി പടക്കം പൊട്ടിക്കാൻ പോകേണ്ട സ്ഥലോ കാന്തപുരം ഉസ്താദിന്റെ വീട്ടുപടിക്കലല്ല, അത് വരക്കൽ തങ്ങളെ മക്കാമിൽ കെയുടെ കബറിടത്തിലാണ് എന്ന് വിനയത്തോടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ. കാരണം കെ അബൂബക്കർ മുസ്ലിയാർ രാഷ്ട്രീയ നയം പറഞ്ഞൊക്കെ മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പൊതുയോഗത്തില് പരസ്യമായി പ്രസംഗിച്ച നേതാവാണ്. അന്നതിന് നിങ്ങളെ പൂർവികർക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും പോയി ആ പടക്കം പൊട്ടിച്ച് കലാവ് വീട്ടണമെന്ന് നിങ്ങൾ പഠിച്ച ദീനനുസരിച്ച് നിങ്ങളെ ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, ഇത് നമ്മൾ പറയുമ്പോൾ ഒരുപക്ഷെ അവർ വിശ്വസിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ സാക്ഷാൽ സമദ് പൂക്കോട്ടൂർ പ്രസംഗിക്കുകയാണ്. എന്താണ് അയാൾ പ്രസംഗിക്കുന്നത്? കെ അബൂബക്കർ മുസ്ലിയാർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ വേദിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രത്യേക സാഹചര്യം ഏതാണ് എന്ന് ഈ ചേളാരി മൂല്യമാര് അങ്ങാടിയിൽ ഒന്ന് വിശദീകരിച്ചു കൊടുത്താൽ പിന്നെ കേരളത്തിൽ ഒരു സമസ്തയെ ബാക്കിയുള്ളൂ. അത് മഹാനായ സുൽത്താനുൽ ഉലമയുടെ സമസ്തയാണ്. സമദ് പൂക്കോട്ടൂർ അത് പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ശംസുൽ ഉലമ പോലും ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ വേദിയിലുണ്ടായിരുന്നു.
കോൺഗ്രസിന് വേണ്ടി പ്രസംഗിച്ചിരുന്നു ശംസുലം, അതൊരു പ്രത്യേക സാഹചര്യത്തിൽ. ഏതാണ് മാഷേ ആ സാഹചര്യം? ഈക്കക്ക് തന്റെ മകനെ രാജ്യസഭ MP ആക്കലാണോ? തന്റെ മരുമകളെ പഞ്ചായത്ത് മെമ്പർ ആക്കലാണോ? അല്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വഹാബികൾ ദുരുപയോഗം ചെയ്യുമ്പോ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈക്ക കൊടുത്ത ട്രീറ്റ്മെന്റ് ആയിരുന്നു അത്. അതിന്റെ പേരിൽ അത് രാഷ്ട്രീയ നയം പറയലല്ല, രാഷ്ട്രീയ പ്രവർത്തനം നടത്തലാണ്. ഈക്ക അങ്ങനെ ചെയ്തു എന്ന് മാത്രമല്ല, മഹാനായ EK അബൂബക്കർ മുസ്ലിയാർ വീണ്ടും കർക്കശമായി മുന്നോട്ട് പോയി. 1984 ചന്ദ്രികയുടെ കോപ്പി നിങ്ങൾ സ്ക്രീനിൽ കാണും. ആ ചന്ദ്രികയിൽ ഈക്കയുടെ ഒരു പ്രസ്താവനയുണ്ട്. എന്താണത്? സുന്നികൾ വേറിട്ട് തന്നെ നിൽക്കണം EK. എന്താണ് അതിൽ പറയുന്നത്? എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഞങ്ങൾ സുന്നികളെ വേർപ്പെടുത്താൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി സുന്നികൾ കൂടിക്കലർന്നതാണ് സകല കുഴപ്പത്തിന്റെയും കാരണം. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സുന്നികളെ വേർപ്പെടുത്താൻ ഞങ്ങൾ ഒരുങ്ങി പുറപ്പെട്ടിട്ടുണ്ടെന്ന് MDPയുടെ ഉപദേശക സമിതിയായ ഈക്ക പറഞ്ഞു. അന്ന് EK അബൂബക്കർ മുസ്ലിയാരുണ്ടാക്കിയ അത് പ്രാവാണ്. നിങ്ങൾ ഇങ്ങോട്ടോ EK അബൂബക്കർ മുസ്ലിയാരുണ്ടാക്കിയ മൂപ്പർക്കും നമ്മളോട് കമ്പം തോന്നിയിരിക്കണെന്ന് അർത്ഥമുണ്ട്. EK അബൂബക്കർ മുസ്ലിയാരെ ആ EK അബൂബക്കർ സുഹൃത്തുക്കളെ സ്വതക്കക്ക് വരും. എല്ലാവരും ഒരു 100 ഉറുപ്പിക കുറയാത്ത സ്വതക്ക കൊടുക്കണമെന്ന് പാപ്പ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. സുഹൃത്തുക്കളെ, EK അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഒഴിവായിട്ട് സുന്നികൾക്ക് മാത്രമായൊരു രാഷ്ട്രീയ പാർട്ടി, അതാണ് മർഹൂം MDP. അതാണ് മർഹൂം MDP. ഇന്ന് അങ്ങാടിയിലൊക്കെ മൗലവിമാര് പ്രസംഗിക്കൽ എന്താണ്? ആ MDP ഉണ്ടാക്കിയത് AP ഉസ്താദാണ് എന്നാ. യഥാർത്ഥത്തിൽ അതിനും ചരിത്രപരമായ രേഖയില്ല. നിലവിലുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രസ്ഥാനത്തിലെ ചെറുപ്പക്കാരെ നമ്മൾ അന്ധമായ ലീഗ് വിരോധികളാണെന്ന് ചിത്രീകരിച്ച് ഇവരുടെ ചക്കുളത്തിപ്പോരിന് കല്ലെറിയാൻ, ആ കുട്ടികളെ കൂടെ കയറ്റാൻ ഇത്തരം സംഗതികളെല്ലാം നിഷ്കളങ്കനായ കാന്തപുരം ഉസ്താദിന്റെ പെരടിയിൽ കെട്ടിവെക്കാൻ. എന്നിട്ട് എന്താണ് അയാൾ ഒരു മൂല്യർ പറയുന്നത്? AP ഉസ്താദാണ് MDP ഉണ്ടാക്കിയത് എന്നാണ്. പാർട്ടി എങ്കിൽ ഇനി മുതൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടിയാണ് എന്ന് പറഞ്ഞ് MDPയുമായി രണ്ടിലെയുമായി AP താങ്കൾ കടന്നു വന്നിട്ടില്ലേ? ഇല്ല, അതുണ്ടാക്കിയത് ഈക്കയാണ് എന്ന് 84 ചന്ദ്രിക. മാത്രമല്ല, ഇനി EK അബൂബക്കർ മുസ്ലിം AP ഉസ്താദ് MDP ഉണ്ടാക്കിയതല്ല, മറിച്ച് AP ഉസ്താദ് ഉണ്ടാക്കിയത് സ്കൂളുകളും കോളേജുകളും യതീംഖാനകളുമാണെന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ നേതാവായ ഇസ്സാഖൂരിക്കളാണ്. സംഗതി നയം എങ്ങനെ മാറ്റിയാലും തൊള്ളിൽ കൂടെ വന്നതൊക്കെ നമ്മളെ ലാപ്ടോപ്പിലുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇസ്സാഖൂരിക്കൾ പറയുകയാണ് AP ഉസ്താദ് രാഷ്ട്രീയ പാർട്ടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഉസ്താദ് ഉണ്ടാക്കിയത് കുറെ സ്കൂളും കോളേജുമാണ് എന്നയാൾ വിശദീകരിക്കാൻ. ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും മൂല്യന്മാരുണ്ടായിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന കാലം നിങ്ങൾക്കറിയാമോ? 84 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വന്ന ഒരു MDP എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. പക്ഷെ അതൊന്നുമില്ലാതെ ഒരു പാർട്ടിയും ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാനായ ശൈഖുന AP അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകളുടെ ആ സംഗമയ്ക്ക് കീഴിൽ അതിന്റെ പ്രവർത്തനം ഇന്ന് ലോകത്തിന്റെ മലബാറിന്റെ വിദ്യാഭ്യാസ രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, ആതുരാലയ ആശുപത്രി രംഗത്ത്, എല്ലാ രംഗത്തും പ്രവർത്തിക്കാൻ ഇനിയും കൂടുതൽ നല്ല നല്ല പ്രവർത്തനം നടത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനം നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇജാതി മനുഷ്യന്മാരെ കിട്ടിയാൽ നമ്മൾ ഫാത്തിയോതി വോട്ട് അവിടെയും ചെയ്യൂലേ? ലീഗ് അല്ലല്ലോ നമ്മളെ പ്രശ്നോ, കോൺഗ്രസും അല്ലല്ലോ നമ്മളെ പ്രശ്നോ. നമ്മുടെ പ്രശ്നം സുന്നി വിരുദ്ധരെ പരാജയപ്പെടുത്തണമെന്നാണ്. സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾ ആലോചിക്കണം, ഇവിടെ ചരിത്രപരമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ലക്ഷ്യവും ആ ലക്ഷ്യത്തിൽ അധിഷ്ഠിതമായ നയങ്ങളും അതിന് സ്വീകരിക്കേണ്ട മാർഗങ്ങളും എവിടെയാണ് കാന്തപുരം ഉസ്താദ് തെറ്റിച്ചത്?
പഠിപ്പിച്ചത് ഇല്ല എന്നതാണ് വസ്തുതയെങ്കിൽ സങ്കടമെന്ന് പറയട്ടെ, ഫാത്തിയോതി തുടങ്ങുന്ന പരിപാടികളിൽ എന്നെ പോലെയുള്ള ചെറിയ മൂല്യമാരുട്ടികളല്ല, താടിയും മുടിയും നരച്ച ആലിമീങ്ങള് തലപ്പാവ് വെച്ച് പണ്ടെന്നോ ഒരു പണ്ഡിതനോടുണ്ടായ ആരുടെയോ അസൂയ തലമുറയായി കൈമാറി ഒരു പണ്ഡിതനെ അപമതിക്കാൻ തന്നെ വിശ്വസിച്ച ചെറുപ്പക്കാരോട് വലിയ പണ്ഡിതന്മാര് വലിയ കളവ് പറയാം. അത് അന്ന് മുതൽക്ക് ഇന്ന് വരെ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത്. പക്ഷെ ഇടയ്ക്ക് വെച്ച് സംഘടനയിൽ കയറിക്കൂടിയ കാന്തപുരം അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള കുറച്ചാളുകളും അവർ ഈ സംഘടനയെ അതിന്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റി. സുഹൃത്തുക്കളെ, ഇദ്ദേഹത്തിന്റെ താടിയും മുടിയും നരച്ചിട്ടുണ്ട്. എന്നെക്കാൾ ഇദ്ദേഹത്തിന് പ്രായമുണ്ട്, വിവരമുണ്ട്. എന്റെ അഭിമന്യരായ ഗുരുവര്യർ മഹാനായ സുൽത്താനുൽ ഉലമ അങ്ങനെയുള്ള ആളുകളെ ആദരിക്കണമെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുമുണ്ട്. അതെല്ലാം പരിഗണിച്ച് എന്റെ ഉസ്താദ് എന്നെ പഠിപ്പിച്ച അതവ് പരിഗണിച്ചുകൊണ്ട് തന്നെ അർഹമായ എല്ലാ ബഹുമാനവും തന്നുകൊണ്ട് ഞാൻ വെല്ലുവിളിക്കുകയാണ്. മഹാനായ കാന്തപുരം ഉസ്താദ് സമസ്തയുടെ ലക്ഷ്യത്തിൽ നിന്ന് എവിടെയാണ് വ്യതിചലിച്ചത്? ഇല്ല എന്നതാണ് വസ്തുതയെങ്കിൽ ഈ ആദരണീയനായ പണ്ഡിതൻ പറഞ്ഞത് ശുദ്ധ കളവല്ലേ മുസ്ലിമീങ്ങളെ? ഇനി അദ്ദേഹം പറയുന്നത് AP ഉസ്താദിനെ മുശാവറയിൽ നിന്ന് പുറത്താക്കി എന്നാണ്. പൂർവികന്മാരുടെ ആ പാരമ്പര്യം നിന്ന് മാറ്റി അതിനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള കുറച്ച് ആളുകളെയും സമസ്തയിൽ നിന്ന് പുറത്തേക്ക് കിട്ടും. അത് വേറൊരു കളവാണ്. AP ഉസ്താദിനെ സമസ്ത മുശാവറയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. എന്താ തമാശ എന്ന് ചോദിച്ചാൽ, സമസ്ത പിളർന്നിട്ട് 10-25 കൊല്ലം കഴിഞ്ഞു. എന്നാൽ സമസ്ത പിളർന്നിടത്ത് പുറത്താക്കപ്പെട്ടതാണോ ഇറങ്ങിപ്പോന്നതാണോ എന്ന് പോലും ആണ്ട് മുഴുവനും നാട് മുഴുവനും സമസ്ത വിശദീകരിക്കുന്ന ഈ സഹോദരങ്ങൾക്ക് തീരുമാനമാക്കാൻ കഴിയുന്നില്ല. ബാപ്പ മുസ്ലിയാര് വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറിയാണ്. അദ്ദേഹം പറയുന്നത് AP ഉസ്താദിനെ പുറത്താക്കിയെന്നാണ്. എന്നാൽ പുതുതായി സമസ്തയുടെ പ്രസിഡന്റായി സെക്രട്ടറിയായി വന്ന ആലിക്കുട്ടി മുസ്ലിയാർ സെക്രട്ടറിയായ ഉടനെ സത്യധാരയിൽ കൊടുത്തൊരു അഭിമുഖമുണ്ട്. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് എറണാകുളം സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന സമസ്ത മുശാവറയിൽ നിന്ന് ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ, അത് അവരുടെ ഭാഷയാണ്, ചില അടിസ്ഥാനപരമായ നിലപാടുകളുടെ പേരിൽ എന്നത് വസ്തുതയാണ്. ഇരിക്കട്ടെ, അങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ ഉള്ളാൾ തങ്ങൾ ഇറങ്ങിപ്പോന്നു എന്നാണ് സമസ്തന്റെ സെക്രട്ടറി പറയുന്നത്. വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി പറയുന്നത് പുറത്താക്കി എന്നാൽ. ഉസ്താദുമാരെ, ഇക്കാലം വരെ ഇതുപോലും തീരുമാനമാക്കാൻ തന്റെ ഇടം കാണിക്കാത്ത നിങ്ങള് നാട്ടിൽ 90 കുളിച്ചാൽ അത് കുട്ടിയില്ലാത്ത കുളിയാകുമെന്ന് കേരളീയരോട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, ഇവിടെ ഈ ഒരു നിലപാട് മാത്രമല്ല, അയാൾ പറയാൻ ഉള്ളാളത്തപ്പാപ്പാനെ പുറത്താക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, ഉള്ളാളത്തപ്പാപ്പ മുശാവറയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോ ഈക്ക പിറകെ വന്നുകൊണ്ട് പറഞ്ഞത്രേ, തങ്ങളെ നിങ്ങൾ ഇങ്ങോട്ട് തന്നെ പോരണം. അന്ന് ഉസ്താദുൽ ഉലമ പറഞ്ഞു, സമസ്തക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം തെറ്റിച്ചുകൊണ്ട് നിങ്ങളുമായി സന്ധിയാകാൻ ഞാനില്ല. അങ്ങാടിയിലിരിക്കുന്ന പിതാവിന്റെ ഔറത്ത് മകൻ കണ്ടാലും പറയണം. പറയലാണ് ബാപ്പയോടുള്ള അദബ്. അത് മാത്രമേ അവിടെ താജുൽ ഉലമ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ആലിക്കുട്ടി മുസ്ലിയാര് സത്യധാരയിൽ പറയുന്നത് ഇറങ്ങിപ്പോന്നു എന്നതാണ്. അതാണ് ശരിയും. ഇരിക്കട്ടെ, എന്നാൽ ഞങ്ങൾ പറയുന്നു, നിങ്ങൾ സമസ്തയുടെ ലക്ഷ്യം തെറ്റിച്ചിട്ടുണ്ട്. നിങ്ങൾ സമസ്തയുടെ ലക്ഷ്യം തെറ്റിച്ചിട്ടുണ്ട്. എന്തേ കാരണം? ഒന്നാമതായി തുർക്കുൽ മുവാലാത്ത്, വഹാബികളുമായി സലാം പറയാൻ പാടില്ല എന്ന സമസ്തയുടെ നിലപാട്, അഖ്ലാഖിലടക്കം ഈക്ക പഠിപ്പിച്ച പാഠഭാഗം ഇന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ ഇല്ലെന്ന് മാത്രമല്ല, നിങ്ങൾ അങ്ങാടികളിലൂടെ പ്രസംഗിക്കുന്നത് വഹാബികളെക്കാളും കടുത്ത വിദഗ്ധക്കാരായ ശിയാക്കളോട് പോലും സലാം പറയുന്നതിന് കുഴപ്പമില്ലെന്നാണ്. മമ്പാട്ടുകാരനായ സിംസാർ ലക്കിനോട് ഒരാൾ ചോദിക്കുകയാണ്, ശിയാക്കളോട് സലാം പറയാമോ? വളരെയധികം ലാഘവത്തോടെ അയാൾ പറയാണ്, ഒരു കുഴപ്പവുമില്ല. പിന്നെ ഷിയാക്കളോട് സലാം പറയുന്നതിന്റെ വിധി അവര് മുസ്ലിമീങ്ങളായിട്ടാണല്ലോ കണക്കാക്കുക. അതിൽ ചില എക്സ്ട്രീമിസ്റ്റുകളുണ്ട്. 2 ഇംഗ്ലീഷ് പറഞ്ഞാൽ ഷിയാക്കൾ നന്നാകുമോ?
സംബന്ധിച്ചൊന്നും അങ്ങനെ അവര് മുസ്ലിമീങ്ങളല്ല എന്നും പറയാൻ പറ്റില്ല. അപ്പോ കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ്. ബാപ്പുസ്താദേ, നിങ്ങളെ അനുയായികൾ സുന്നത്തി ജമാഅത്തിന് നിരക്കാത്ത ഇത്തരം ആശയം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിഷ്കളങ്കനായ ഒരാലിമിനെ നിങ്ങൾ സമസ്തയിൽ നിന്ന് ലക്ഷ്യം തെറ്റിയവനായി ചിത്രീകരിക്കുന്നത്. നമ്മൾ മരിച്ചു പോകേണ്ടവരല്ലേ? മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ താടിയും മുടിയും നിറച്ച വലിയ ആലിമായ അങ്ങേക്ക് മുതഅല്ലിമായ ഞാൻ പറഞ്ഞു തരേണ്ടി വന്നാൽ അത് ദുഃഖമല്ലേ ഉസ്താദേ? ഇനിയും ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, ഇവിടെ ഈ നയം മാത്രമല്ല, സമസ്തയുടെ 60-ാം വാർഷിക സുവനീർ. ആ 60-ാം വാർഷിക സുവനീർ എന്ന് പറഞ്ഞാൽ മുത്തഫഖുൻ അലൈഹിയാണ്. ആ സുവനീറിൽ ഈ വഹാബികളുമായി ശരീഅത്ത് സംരക്ഷണത്തിന് ഐക്യവേദി ഉണ്ടാക്കുന്നതിന്റെ വകുപ്പ് പറയുന്നുണ്ട്. EMS നമ്പൂതിരിപ്പാട് ശരീഅത്ത് വിരുദ്ധ പ്രസ്താവന ഇറക്കിയതിന്റെ പേരില് സഹോദരങ്ങളെ, അന്ന് ഈ യൂത്ത് ലീഗിന്റെ ഒരു കത്ത് കിട്ടാൻ ഇനി 5 കൊല്ലം അങ്ങനെ കുറെ കത്തും ചായയൊടിച്ചൊക്കെ ഉണ്ടാവും. അതേപോലെ അന്നൊരു കത്ത് കിട്ടുകയാണ് യൂത്ത് ലീഗിന്റെ. ആ കത്തിൽ എന്താണ്? EMSന്റെ ശരീഅത്ത് വിരുദ്ധ നിലപാടിനെതിരെ ജമാഅത്ത് മുജാഹിദിനെ കൂട്ടിയിട്ട് ഐക്യവേദി ഉണ്ടാക്കണം എന്നാണ് സഹോദരന്മാരെ ഈ യൂത്ത് ലീഗിന്റെ കത്തിലുള്ളത്. നമ്മൾ ഒന്നായിരിക്കുന്ന കാലത്ത് അതിന് സമസ്തയുടെ ഉലമാക്കൾ കൊടുത്ത മറുപടി, EMS ശരീഅത്ത് വികലമാക്കുന്നതിനെതിരെ നമ്മൾ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയുമായി ഐക്യപ്പെട്ടുകൂടാ, കാരണം അവരും ശരീഅത്ത് വികലമാക്കുന്ന കക്ഷികളാണ്. ഇതായിരുന്നു അന്ന് കൊടുത്ത മറുപടിയെങ്കിൽ, ഇതാണ് സമസ്തയുടെ പൂർവികർ പഠിപ്പിച്ച ലക്ഷ്യമെങ്കിൽ, ആദരണീയനായ ബാപ്പുസ്താദേ, അങ്ങയുടെ അനുയായികൾ ഈ നിലപാടിനെതിരെ ജനങ്ങളുടെ മുന്നിൽ കളവ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലക്കാരനായ ഒരു ഗ്രാമവാസി അയാൾ പ്രസംഗിക്കുകയാണ്, ശരീഅത്ത് സംരക്ഷിക്കാൻ വഹാബികളുമായി കൂട്ടുകൂടുന്നതിന് തെറ്റില്ല. മുസ്ലിം പേഴ്സണൽ ലോ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളുടെ വ്യക്തി നിയമമാണ്. എന്താണ് ശരീഅത്ത് എന്ന് പഠിക്കണം അദ്ദേഹം. എന്താണ് മുസ്ലിം പേഴ്സണൽ ലോ എന്ന് പഠിക്കണം. ആരെ? AP ഉസ്താദാണ് അതൊക്കെ പഠിക്കണ്ടേ. നിലനിൽപ്പ് ഏത് രൂപത്തിലായിരുന്നു എന്ന് പഠിക്കണം. അതിനുവേണ്ടി വഹാബികളുമായി കൂട്ടുപിടിക്കൽ തെറ്റാണോ? തെറ്റാണ്, ആണ് എന്നാണ് നമ്മൾ ഒന്നിച്ചുള്ള കാലത്ത് സുവനീറിലുള്ളത്. എന്നാൽ ബാപ്പുസ്താദെ, അങ്ങയുടെ അനുയായി സമസ്തയുടെ ലക്ഷ്യം തെറ്റിച്ച് അങ്ങയുടെ വേദികളിൽ പ്രസംഗിക്കുന്നത് അത് തെറ്റല്ല എന്നാണ്. തെറ്റല്ല. ഇത് എവിടുന്ന് നിങ്ങൾ സമസ്തന്റെ ചരിത്രം പഠിച്ചത്? ആരാണ് നിങ്ങളെ അനുയായികളെ സമസ്ത പഠിപ്പിക്കുന്നത്? ഞാൻ പറയുന്നത്, കാന്തപുരം ഉസ്താദ് അതിൽ നിന്ന് വ്യതിചലിച്ചില്ലെന്ന് മാത്രമല്ല, ആ നിലപാടിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട്. ഇനി രാഷ്ട്രീയപരമായ നയം എന്താണ്? രാഷ്ട്രീയ നയം വ്യക്തികൾ രാഷ്ട്രീയ ജീർണത പേറണം എന്നല്ല, മറിച്ച് ഈ നിലപാട് വെച്ചിട്ട് വേണ്ടേ മണ്ണാർക്കാടിന്റെ പേരിൽ കാന്തപുരം ഉസ്താദിനെ കുതിര കയറാൻ. പിന്നെ ആർക്കോ ഉള്ള പ്രശ്നോ 313 ഇന്നോവാക്കാരന്റെ പ്രശ്നമാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണോ, മഹാനായ കാന്തപുരം ഉസ്താദ് തന്റെ വീട്ടിലിരുന്ന് തന്റെ മുന്നിലും 3013 ഇന്നോവ വേണമെന്ന് ആഗ്രഹിക്കേണ്ട കാര്യമേ ഉള്ളൂ. അതവിടത്തെ വീട്ടുപടിക്കലെത്തിയിരിക്കോ. അതിന് ഏതോ അന്തം കമ്മിയ വാട്സപ്പിൽ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടില്ല. സങ്കടം തോന്നുകയാണ്. സമൂഹത്തിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത സോഷ്യൽ മീഡിയകളിലെ ചപ്പടാച്ചി വെച്ചുപിടിച്ച് ഉത്തരവാദപ്പെട്ട MLA-മാരെ കൊണ്ടാടുന്നത് സഹതാപകരമായി മാത്രം ഞങ്ങൾ വീക്ഷിക്കുകയാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ നമ്മള് AP ഉസ്താദിനെ ഇന്നോവി കൊണ്ടുപോകാൻ നമ്മൾ ഏതോ അന്തം കമ്മിയെ ചുമതലപ്പെടുത്താറുണ്ടോ? ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട വസ്തുത, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ രാഷ്ട്രീയ നയത്തിൽ നിന്നും അവർ വ്യതിചലിച്ചിട്ടുണ്ട്. എന്താണ് അമ്പലക്കടവ് ഹമീദ് ഫൈസി സമസ്തയുടെ രാഷ്ട്രീയ നയമായി പറയുന്നത്? അയാൾ പറയുന്നത് വ്യക്തികൾ തോന്നിയ പാർട്ടി പോകണമെന്നാണ്. ഖുർആനിനെതിരാകാത്ത പാർട്ടി പോകണം. കാന്തപുരം തന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ എന്താ കാരണം പറഞ്ഞു? കാന്തപുരം തന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞത് ഒന്ന് സമസ്തക്കാർ രാഷ്ട്രീയക്കാരാണ്.
സമസ്തക്കാർ രാഷ്ട്രീയക്കാരാണോ? രാഷ്ട്രീയക്കാരാണ് സമസ്തക്കാർ രാഷ്ട്രീയക്കാരൻ. എന്താ സംശയം? സമസ്തക്കാരാകുന്ന നിങ്ങൾ രാഷ്ട്രീയക്കാരാണെങ്കിൽ നിങ്ങൾ സമസ്തക്കാരല്ല എന്നത് ഞങ്ങൾക്ക് ഉറപ്പാണ് ഉസ്താദേ. ഞങ്ങൾ സമസ്തക്കാരായി കാണുന്നത് അതുകൊണ്ട് തന്നെ മഹാനായ സുൽത്താനുൽ ഉലമയുടെ കാർമ്മികത്വത്തിലുള്ള പണ്ഡിത സഭയാണ്. അത് രാഷ്ട്രീയക്കാരല്ല. ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ് എന്ന് തുറന്നു പറയുന്ന മോലിയമാരെ ചോറും ചാറും കൊടുത്ത് വളർത്തുന്ന ഉമറാക്കൾ രാഷ്ട്രീയക്കാരല്ല എന്ന് ആവർത്തിച്ചു പറയുന്ന പണ്ഡിത സമൂഹത്തെ അവരുടെ മുതഅല്ലിമീങ്ങളെ രാഷ്ട്രീയക്കാരായി ചിത്രീകരിക്കുന്നത് തെറ്റിദ്ധരിച്ചതാകാം എന്ന ഗുണകാംക്ഷ വെച്ചുകൊണ്ട് വെറുതെ വിടുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇനി അദ്ദേഹം ബാക്കി പറയാം. സമസ്ത കേരള ജംഇയ്യത്തുള്ള രാഷ്ട്രീയ നയം എന്താണെന്ന് ചോദിച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അന്ധമായ വിധേയത്വമില്ല, വിരോധമല്ല. ഇല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധമല്ല, വിധേയത്വമല്ല. നമ്മുടെ വിധേയത്വം നമ്മുടെ ഗുണകാംക്ഷികളോടാണ്. നമ്മുടെ വിരോധം നമ്മുടെ വിരോധികളോടാണ്. അതേ നമുക്ക് നമ്മുടെ മുന്നിലുള്ളൂ. എന്നാൽ ഇയാൾ പുതുതായൊരു നയം കീസിന്നെടുക്കാൻ. എന്തേ? ഖുർആനിനും സുന്നത്തിനും എതിരാകാത്ത ഏത് പാർട്ടിയിലും അനുയായികളെ കയറൂരി വിടാം. വ്യക്തികൾക്ക് മതത്തിനെതിരാകാത്ത ഏത് രാഷ്ട്രീയവും സ്വീകരിക്കാം. ഏതാ മൂല്യരെ ആ രാഷ്ട്രീയ പാർട്ടി? മതത്തിനെതിരാകാത്ത, ഖുർആനിനെതിരാകാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ രാജ്യത്തേതാണ്. അതുകൊണ്ടാണ് ഞങ്ങളെ ഉലമാക്കൾ നമ്മൾ ഇടതുപക്ഷമല്ല എന്ന് പറയുന്നത്, നമ്മൾ വലതുപക്ഷവുമല്ല എന്ന് പറയുന്നത്, നമ്മൾ സുന്നത്തിയമായത്തിന്റെ കൊടി പിടിക്കണം എന്ന് പറയുന്നത്. എന്നാൽ ആ കൊടി പിടിച്ച് ഈ രാജ്യത്ത് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം, ജനാധിപത്യപരമായി നമുക്ക് നൽകപ്പെടുന്ന ഭരണം ഈ രാജ്യത്ത് വരണം. അതിനാവശ്യമായ നയം കാന്തപുരം ഉസ്താദ് സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ബാക്കി പറയണയാൾ. നമ്മൾ സ്വീകരിക്കാമെന്ന ഈ സമീപനത്തെ തുടർന്ന് ഇന്ത്യൻ സാഹചര്യത്തിൽ രാഷ്ട്രീയം പരമപ്രധാനമാണ്. ഇവിടെ സായുധ പോരാട്ടമല്ല നടത്തേണ്ടത്. രാഷ്ട്രീയ രംഗത്ത് നമുക്ക് പിടിപാടുണ്ടെങ്കിൽ, നമുക്ക് സ്വാധീനമുണ്ടെങ്കിൽ ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അത് ശരിയാണ്. ഇവിടെ രാഷ്ട്രീയ സ്വാധീനം വേണം. എങ്ങനെയാ മൂല്യരെ ആ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാകുക? അനുയായികളെ കുറച്ച് ജനതാദള് കൊണ്ടുപോയി, അനുയായികളെ കുറച്ച് മുസ്ലിം ലീഗ് കൊണ്ടുപോയി, അനുയായികളെ കുറച്ച് CPM കൊണ്ടുപോയി. ചേളാരി ആലയത്തിലെ 4 മൂല്യമാരെ മാത്രം കണ്ടിട്ട് ഒരു MLAയും വോട്ട് ചോദിച്ച് എണ്ണ കത്തിച്ചങ്ങോട്ട് വരില്ല. അതിന്റെ പേരിൽ കാന്തപുരം ഉസ്താദിനോട് ചക്കുളത്തിപ്പോര് കാട്ടിയിട്ട് കാര്യമില്ല. എന്താണ് വേണ്ടത്? ഒരു വാഴപ്പഴം പഴം ഓരോരുത്തർ ഇരിഞ്ഞുകൊണ്ടുപോയി, ബാക്കിയായത് വെറും തണ്ട് മാത്രം. ആ തണ്ട് അങ്ങാടി പൈക്കളെ തെരഞ്ഞു നോക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ രാജ്യത്തെ ഇലക്ഷൻ പ്രക്രിയ തുടക്കം കുറിക്കപ്പെട്ടു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിന്റെ കണ്ണുകൾ കാന്തപുരത്തെ സുൽത്താന്റെ കവാടത്തിലേക്ക് തുറന്നു വെക്കുന്നത് അവിടെ പഴമുള്ള തണ്ടാണ്. അതുപോലെ കേരളത്തിലെ മീഡിയകളുടെ ക്യാമറ കണ്ണുകള് കാരന്തൂർ മർക്കസിലെ തുറന്നു വെച്ചത് പഴമുള്ള തണ്ടിന്റെ ഉടമയാണ് ഞങ്ങളെ കാന്തപുരത്തെ സുൽത്താൻ എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. അങ്ങനെ ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നയത്തിൽ നിന്ന്, ആദർശത്തിൽ നിന്ന് ഞങ്ങൾ വ്യതിചലിച്ചു പോയപ്പോ മഹാനായ കാന്തപുരം ഉസ്താദ് അതിൽ ഉറച്ചു നിന്നു. എന്നാൽ അന്ന് EK അബൂബക്കർ മുസ്ലിയാർ ഉറച്ചു നിന്നപ്പോ ഇന്ന് നമ്മൾ അനുഭവിച്ചതൊക്കെ അന്ന് EK അനുഭവിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തെ AP ഉസ്താദിന്റെ കൂടെ നിന്നതിന്റെ പേരില് രാജ്യത്തെ മഹല്ലുകളിൽ നിന്ന് പണ്ടേ കുറെ മുദർരിസുമാരെ പിണ്ഡം വെച്ചിട്ടുണ്ട്. ഇന്നും പിണ്ഡം വെക്കണമെന്ന അലമുറ ഉയരുന്നുണ്ട്. എന്നാൽ ഈ രാജ്യത്ത് രാഷ്ട്രീയ തിട്ടൂരത്തിന് തലകുനിക്കാതെ ആദർശത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരില് ഈ രാജ്യത്തൊരു മതസ്ഥാപനത്തിൽ നിന്ന് ആദ്യമായി പടിയടച്ച് പിണ്ഡം വെക്കപ്പെട്ട മുസ്ലിം പണ്ഡിതന്റെ പേരറിയുമോ ചേളാരിക്കാരാ? അത് EK അബൂബക്കർ മുസ്ലിയാരാണ്. അദ്ദേഹത്തെ പുറത്താക്കിയത് പട്ടിക്കാട് ജാമിയാനൂരിയയിൽ നിന്നാണ്. അദ്ദേഹത്തെ പുറത്താക്കിയത് പിന്നീട് അദ്ദേഹത്തിന്റെ കൈമുട്ടാൻ നടന്ന രാഷ്ട്രീയക്കാരാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അന്ന് അനുഭവിച്ചതിനേക്കാളേറെ സമൂഹം ജീർണിച്ച കാലമാണ്. ആ ജീർണത കൂടുതൽ രാഷ്ട്രീയത്തിൽ വന്ന കാലമാണ്. അതുകൊണ്ട് അന്ന് EK അനുഭവിച്ചതിനേക്കാളും ക്രൂരമായ
പീഡനങ്ങൾ ഈ പ്രസ്ഥാനം അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ സഹോദരന്മാരെ, കൊലപാതകങ്ങൾ നേരിടേണ്ടി വന്നു. കുണ്ടൂർ ഉസ്താദിന്റെ പൊന്നോമന കുഞ്ഞുവിന്റെ അടിവയറ്റിലേക്ക് വിശുദ്ധമായ റമദാനിൽ കടാര ഇറക്കി. തീർന്നില്ല, നമുക്കറിയാം കുറ്റിനൂച്ചിയിലെ ദരിദ്രനും പെൺകുട്ടികളുടെ പിതാവുമായ അബ്ദുക്ക വിശുദ്ധ റമദാനിൽ തറാവീഹ് നിസ്കരിക്കുമ്പോ ആ അബ്ദുക്കയുടെ പിറകിൽ ചെന്നാഞ്ഞടിച്ച് താഴെ തള്ളിയിട്ട് അബ്ദുക്കയുടെ ശരീരത്തിൽ ആഞ്ഞുവെട്ടി ആ പള്ളിയിൽ പടയുന്ന അബ്ദുക്കയെ ഹൗലിൽ കൊണ്ടുവന്ന് താഴ്ത്തിയത് ഈ രാഷ്ട്രീയ തിട്ടൂരത്തിന് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിലാണ്. ഒരുപാട് കൊലപാതകങ്ങളുണ്ടായി. അങ്ങനെയുള്ള കൊലപാതകങ്ങളൊക്കെ ഉണ്ടായപ്പോ നമ്മൾ അംഗസംഖ്യ കുറവാണ്, മഹല്ലുകൾ കുറവാണ്. ഇന്നത്തെ ആളുകളെക്കാളും മൂക്കിൽ വലിക്കാമെങ്കിൽ വലിപ്പമുള്ള ദ്വാരം അവർക്കുണ്ടായിരുന്നു. പക്ഷേ അന്നെല്ലാം മൂക്കിൽ വലിക്കാൻ ആലോചിച്ചെങ്കിലും തീയിൽ മുളച്ച ഈ പ്രസ്ഥാനത്തെ വെയിലേറ്റ് വാടിക്കാൻ ഒരാൾക്കും തന്നെ സാധിച്ചില്ല എന്നത് ഈ പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞകാല ചരിത്രമാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ഇങ്ങനെ രൂക്ഷമായ പോരാട്ടത്തിലും നമ്മൾ തകരില്ല എന്ന് കണ്ടതിനാലാണോ എന്നറിയില്ല, നമ്മൾ മനസ്സിലാക്കിയത് ചില സമന്വയത്തിന്റെ അവസ്ഥ വന്നും യോജിപ്പിന്റെ സാഹചര്യം വന്നും അതിന് ഞങ്ങളൊരു കാരണം കണ്ടെത്തി. ശംസുൽ ഉലമ വഫാത്തിന്റെ മുമ്പ് യോജിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചു മരിച്ചുപോയതാണ്. ആ യോജിപ്പ് മഹാനായ ശിഹാബ് തങ്ങൾ ഏറ്റുപിടിച്ചിട്ടുണ്ട്. വഫാത്തിന്റെ മുമ്പ് കൊല്ലങ്ങളോളം AP ഉസ്താദ് ഒരു വേദിയിലുണ്ടായാൽ വരില്ലെന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചിരുന്ന, തെറ്റിദ്ധാരണയുടെ പേരിൽ മാറി നിന്നിരുന്ന ആദരണീയനായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് പിന്നീട് കാന്തപുരം ഉസ്താദ് മംഗലാപുരത്ത് പള്ളിയെടുത്തത് ഉദ്ഘാടനം ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി. ഈ ഒരു സാഹചര്യം മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് നമ്മെ തെറ്റിദ്ധരിച്ച് മാറിയുന്ന ഉമറാക്കളിൽ നല്ലൊരു വിഭാഗം ആളുകളെ ഈ ഒരു നിലപാടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു. പക്ഷേ അന്നും ചേളാരി ലീഗ് എന്ന് പറഞ്ഞൊരു സാധനം മലപ്പുറത്ത് പ്രത്യേകിച്ചും കേരളത്തിൽ പൊതുവായും ബാക്കിയുണ്ടായിരുന്നു. ക്യാൻസർ മുഴുവനും ലൈറ്റടിച്ചു പോയില്ലായിരുന്നു. അതിന്റെ ബാക്കിയായി സുഹൃത്തുക്കളെ ചില കൊലപാതകങ്ങൾ ഈ ഐക്യവും സമവായവും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് മഞ്ചേരിയിൽ അലങ്കൂർ അബൂ ഹാജി കൊല ചെയ്യപ്പെടുന്നത്. അപ്പോഴും ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കള് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ പ്രതികരിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഈ സമുദായത്തിൽ എല്ലാത്തിനേക്കാളും പ്രധാനം യോജിപ്പാണ്. ഈ സമുദായത്തിൽ ഏറ്റവും പ്രധാനം മസ്ലഹത്താണ്. അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ 10-25 കൊല്ലത്തെ വിഭാഗീയത ഒറ്റയടിക്ക് കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ കഴിയില്ലല്ലോ എന്ന് മനസ്സിലാക്കി അത് അവിടെ വെച്ച് പരിഹരിക്കാൻ ആഗ്രഹിച്ചു. ആ ഘട്ടത്തിലാണ് വീണ്ടും മണ്ണാർക്കാട് പരിസരത്തെ കല്ലാങ്കുഴിയിൽ ധീരരായ 2 ചെറുപ്പക്കാർ കൊല ചെയ്യപ്പെടുന്നത്. അന്ധമായ രാഷ്ട്രീയ അതിപ്രസരങ്ങള് അല്പസമയത്തേക്ക് മാറ്റിവെച്ച് ഞങ്ങൾ ഈ വിഷയത്തിൽ എന്ത് ചെയ്യലാണ് പിന്നെ മാന്യത എന്ന് ഞങ്ങളോട് ഉപദേശിക്കാൻ തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സുഹൃത്തുക്കളെ, ആ 2 ചെറുപ്പക്കാർ കൊല ചെയ്യപ്പെട്ടത് എന്തിനെ? ആ നാട്ടിൽ അവരുടെ പിതാവിന്റെ നേതൃത്വത്തിൽ പടുത്തുയർത്തിയ പള്ളി സമസ്ത പിളർന്നിട്ട് കാലങ്ങളായെങ്കിലും അവർ പറഞ്ഞു, നമുക്ക് സംഘടന തെരുവിലാകാം, രാഷ്ട്രീയം നമുക്ക് അങ്ങാടിയിലാകാം. ആ അങ്ങാടികളിൽ രാഷ്ട്രീയ സംഘടന ഫൈറ്റിംഗിൽ ഏർപ്പെടുന്ന നമുക്ക് ഒന്നിച്ചിരിക്കാനും ഐക്യപ്പെടാനുമുള്ള ഒരു കേന്ദ്രം ഇല്ലാതെയാകരുത്. അതാകട്ടെ നമ്മുടെ ഈ നാട്ടിലെ പള്ളി എന്ന് ആ 2 ചെറുപ്പക്കാർ പറഞ്ഞു എന്ന കാരണത്താൽ തങ്ങളെ ഈ പള്ളി രാഷ്ട്രീയ തിട്ടൂരത്തിന് വേണമെന്ന് ശാഠ്യം പിടിച്ചുകൊണ്ട് ആ 2 ആളുകളെ കൊലപ്പെടുത്തുകയാണ്. എങ്ങനെയാണത് അവരെ കൊലപ്പെടുത്തിയത്? മസ്ലഹത്തിന് വിളിച്ചുകൊണ്ടാണ്. മസ്ലഹത്തിന് പോകുന്ന ഒരു മനുഷ്യൻ പേനക്കത്തി പോലും കയ്യിൽ പിടിക്കില്ലെന്ന് ഉറപ്പല്ലേ? അതല്ലേ മസ്ലഹത്തിന്റെ വിശുദ്ധി? ആ നിഷ്കളങ്കരായ 2 ആളുകളെ മസ്ലഹത്തിന് വേണ്ടി ക്ഷണിച്ച ഇരുട്ടിന്റെ മറവിൽ ക്രൂരമായി വേട്ടയാടി കൊലപ്പെടുത്തുമ്പോ തൊണ്ടയിലേക്ക് തൊണ്ട വരളുന്ന കുഞ്ഞു ഹംസു ആ 2 ശുഹദാക്കളുടെ ചുണ്ടില് വെള്ളം പുരട്ടാൻ ഒരാളുണ്ടായിരുന്നില്ല. ഈ സമുദായത്തിൽ 2 ചെറുപ്പക്കാര് പടഞ്ഞു വീഴുമ്പോ ആ ചുണ്ടിലൊന്ന് വെള്ളം പുരട്ടാൻ കുഞ്ഞു ഹംസ ചോദിച്ചു, എന്റെ തൊണ്ട വരളുന്ന വെള്ളം വേണം. ആ തൊണ്ടയിലേക്ക് ആ വാഴയിലേക്ക് മൂത്രമൊടിച്ചു കൊടുക്കാൻ വേണം. ഈ സമുദായത്തിന്റെ അനുയായികൾ ക്രൂരന്മാരായി പോയെങ്കില് വേണ്ടേ ഉമറാക്കളെ നമുക്കൊരു പുനരാലോചന
വേണ്ടേ നമുക്കൊരു പുനർവിചിന്തനോ? ആ പുനരാലോചന ലീഗിനെ തകർക്കാനല്ല, അത് ലീഗിനെ ശക്തിപ്പെടുത്താനാണ്, അതുവഴി ഈ സമുദായം ശക്തിപ്പെടാനാണ്. ഇതിനുള്ള ട്രീറ്റ്മെന്റ് പണ്ടീക്ക ചെയ്തത് AP ഉസ്താദും ചെയ്തുള്ളൂ. ഇനി അറിയോ എത്ര നല്ല മനുഷ്യരാണ്. ആ നൂറുദ്ദീൻ അവിടെയുള്ള ഒരു മദ്രസാധ്യാപകനാണ്. ഇന്നും ആ ക്ലാസ് റൂമിൽ ചെന്നുകൊണ്ട് നൂറുദ്ദീൻ ഉസ്താദിന്റെ പേര് പറഞ്ഞാൽ ആ മക്കൾ പൊട്ടിക്കരയുകയാണ്. ഇത്രമാത്രം സ്നേഹനിധിയായൊരു ഗുരുനാഥൻ. ആ കൊലപാതകത്തിൽ പങ്കുവഹിച്ച പ്രതിയുടെ ഒരു സ്വകാര്യ ഫോൺ ക്ലിപ്പ് സോഷ്യൽ മീഡിയകളിൽ പബ്ലിക്കായി വന്നപ്പോ അതിൽ ആ ചെറുപ്പക്കാരൻ പറയാൻ, നൂറുദ്ദീനോട് എനിക്ക് പ്രത്യേകിച്ചൊരു പ്രതികാരവുമില്ല, ഒരു വെറുപ്പുമില്ല. അതിന്റെ ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ നൂറുദ്ദീന്റെ കയ്യിൽ നിന്ന് 10,000 കടം വാങ്ങിയിരുന്നു. കൊല്ലുന്ന അന്ന് രാവിലെ ഞാനത് കൊണ്ടുപോയി കൊടുത്തു എന്ന് ആ ചെറുപ്പക്കാരൻ അനുസ്മരിക്കുകയാണ്. സുഹൃത്തുക്കളെ കൊല ചെയ്തു. എന്നിട്ടും മുസ്ലിം ലീഗിനെതിരെ മഹാനായ കാന്തപുരം ഉസ്താദ് ചില ഇടപെടൽ നടത്തി എന്നതിലൊതുക്കി എന്ന് ധരിച്ചാൽ ഈ പ്രസ്ഥാനം ഒരു ക്യാമ്പയിനോ പ്രചാരണമോ പ്രതിഷേധമോ മുസ്ലിം ലീഗിനെതിരെ നടത്തിയില്ല. എന്തുകൊണ്ട്? സമുദായത്തിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കളിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ട സമവായം അത് സംരക്ഷിക്കപ്പെടണം, അത് ഇവിടെ നിലനിർത്തപ്പെടണമെന്ന് അന്നും നമ്മുടെ നേതാക്കൾ ആഗ്രഹിച്ചുള്ളൂ. ഈ ഒറ്റപ്പെട്ടുപോയ പക്വതയില്ലാത്ത ഏതെങ്കിലും പ്രവർത്തകന്മാർ ചെയ്ത അവിവേകമാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ കാണിക്കുന്ന ഇപ്പോഴത്തെ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രതികളെ കയ്യാമം വെച്ച് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ലീഗ് നേതാക്കളടക്കം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടതെന്താണ്? ആ കൊലപാതകത്തിലെ പ്രതിയായി ചേർക്കപ്പെട്ട ചെറുപ്പക്കാരനെ പൊതുവേദിയിൽ കൊണ്ടുവന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത് ഈ പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാരെ വേദനിപ്പിക്കുകയാണ്. തീർന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ആ പ്രതികളെ പിടിക്കാൻ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൃത്യമായ ഇടപെടലുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ അതുണ്ടായില്ലെന്ന് മാത്രമല്ല, ആ പ്രതികൾ തെരുവിലൂടെ സ്വൈരവിഹാരം നടത്തി. ആ പ്രതികൾക്കെതിരെ ഒരു സമരം നടത്താൻ പോലോ ശംസുദ്ദീൻ MLA സ്റ്റേഷൻ പരിധിയിൽ നിന്നൊരു മൈക്ക് പെർമിഷൻ പോലും ഈ സംഘടനയ്ക്ക് ലഭിച്ചില്ല. ഇല്ലെന്ന് മാത്രമല്ല, അവസാനം നിർബന്ധിതമായി പ്രതികൾ പിടികൂടപ്പെടുന്ന സാഹചര്യം വന്നപ്പോ സഹോദരങ്ങളെ പിടികൂടപ്പെടുന്നത് പെരൽ മീനുകളെയാണ്. കേവലം പെരൽ മീനുകൾ. ഒന്നാം പ്രതിയും കല്ലാങ്കുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ സിദ്ദീഖ്. ആ സിദ്ദീഖിനെ തെരഞ്ഞ് പോലീസ് അങ്ങാടി കൂടെ ജീപ്പിൽ ആ സിദ്ദീഖ് കല്ലാങ്കുടി ഗ്രാമപഞ്ചായത്ത് ബോർഡിൽ അധ്യക്ഷത വഹിക്കുന്നു. ഈ വേദനകൾ എത്രമാത്രം വികാരഭരിതമാണ്. അങ്ങനെ അവസാനം ആ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് പുതിയാപ്പള തക്കാരത്തിന് കൊണ്ടുപോണ ലാഘവത്തോടെയാണെന്ന് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യാൻ. മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴയിലെ സഹോദരങ്ങൾ വെട്ടേറ്റ് മരിച്ച കേസിലെ ഒന്നാം പ്രതി പോലീസിൽ കീഴടങ്ങി. കല്ലാങ്കുഴി ചോരോട്ടിൽ സിദ്ദിഖാണ് ഞായറാഴ്ച വൈകിട്ട് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. 21 പേർ പ്രതികളായുള്ള കേസിലെ അറസ്റ്റിൽ ആയ 14 പേർക്കും ലഭിക്കാത്ത പരിഗണനയാണ് കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ സിദ്ദിഖിന് പോലീസ് നൽകിയത്. ഞങ്ങൾ ഈ രാജ്യത്തെക്കുറിച്ച് ബോധമുള്ളവരാണ്. ഞങ്ങൾ ജനാധിപത്യത്തെക്കുറിച്ച് തിരിച്ചറിവുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ ഇടപെടലില്ലാതെ 2 ചെറുപ്പക്കാരെ തല്ലിച്ചതച്ച് 80 പിന്നിട്ട വൃദ്ധയായ മാതാവിന്റെ മുന്നിലേക്ക് ഒരു തറവാട്ടിലേക്ക് 2 മക്കളുടെ ജനാസ കൊണ്ടുപോയ ക്രൂരമായ കൊലപാതകത്തിലെ ഒന്നാം പ്രതിക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ അനർഹമായ പരിഗണന കിട്ടണമെങ്കിൽ അതിന് രാഷ്ട്രീയ ഇടപെടൽ വേണം എന്നറിയാൻ പ്രത്യേക കിതാബൊന്നും ഓതേണ്ടതില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് സുഹൃത്തുക്കളെ മർക്കസിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി മീറ്റിംഗ് നടക്കുകയാണ്. ആ മീറ്റിംഗിലെ പ്രതിനിധിയാകേണ്ടവനാണ് നൂറുദ്ദീൻ. ആ നൂറുദ്ദീന്റെ തപിക്കുന്ന സ്മരണ ആ സദസ്സിലെ സഹപാഠികളുടെ മനസ്സ് വേദനിപ്പിക്കുമ്പോ തന്റെ ഏറ്റവും സ്നേഹനിധിയായ ശിഷ്യന്റെ സാന്നിധ്യം കാന്തപുരം ഉസ്താദിന്റെ മനസ്സിനെ വികാരപ്പെടുത്തുമ്പോ ആ വികാരത്തിൽ നിന്ന് തന്റെ പൂർവ്വ വിദ്യാർത്ഥികളോട് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് പങ്കുവച്ചതാണ് മണ്ണാർക്കാട് MLA AP ഈ കൊലപാതകത്തിന് പിൻബലം നൽകുന്നുണ്ട്, അയാൾ പരാജയപ്പെടേണ്ട ആളാണെന്ന്.
ഇവിടെ AP ഉസ്താദ് പറഞ്ഞു, ഞാൻ പ്രഖ്യാപനം നടത്തിയിട്ടില്ല. പ്രഖ്യാപനം സാധാരണഗതിയിൽ നടത്തുന്നത് പൊതുസമൂഹത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അങ്ങനെ പൊതുസമൂഹത്തെ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രഖ്യാപനം ഇവിടെയുള്ള മീഡിയകളിലൂടെയാണ് അത് നിർവഹിക്കുക. ഇതങ്ങനെ ഒരു പൊതുസമൂഹത്തെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നതാണ് അതിന്റെ ചുരുക്കം. കാരണം ഈ സംഘടനയുടെ രാഷ്ട്രീയ ലൈൻ അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതില്ല. കാരണം സംഘടനയുടെ ലൈനിനനുസരിച്ച് വോട്ട് ചെയ്യേണ്ടത് ഈ സംഘടനയുടെ പ്രവർത്തകന്മാരാണ്. അത് മണ്ണാർക്കാട് മാത്രമല്ല, 140 മണ്ഡലങ്ങളിലും നമ്മൾ ആ നിലപാടെടുത്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾ നോക്കുക, പ്രതികൾ തെരുവിൽ സ്വൈരവിഹാരം നടത്തുമ്പോ ആ പ്രതികൾക്കെതിരെ സാക്ഷി പറഞ്ഞതിന്റെ പേരിൽ കിട്ടാവുന്ന വിലക്ക് ജന്മനാട്ടിൽ നിന്ന് പുരയിടം വിറ്റ് ആ കേസിലെ സാക്ഷികൾക്ക് ഹിജറ പോകേണ്ടി വന്നത് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യാൻ. നരേന്ദ്രമോദിയുടെ നാട്ടിൽ നിന്ന് പശ്ചിമ ബംഗാളിലേക്ക് ഒളിച്ചോടിപ്പോയ കുത്തുബുദ്ദീന്റെ കഥയല്ല. മാറാട് അരയ സമാജം ഭീകരവാദികളെ പേടിച്ച് കിട്ടുന്ന വിലക്ക് പുരയിടം വിറ്റ മാറാട് കടപ്പുറത്തെ മാപ്പിളമാരുടെ കഥയല്ല. സാമുദായിക തിട്ടൂരം പേടിച്ചുകൊണ്ട് ഒരു കൊലപാതകത്തിൽ സാക്ഷി പറഞ്ഞ പ്രതികൾക്ക് സ്വന്തം ജന്മനാട് വിട്ടുപോകേണ്ട അവസ്ഥ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. 2013 നവംബർ 20 മണ്ണാർക്കാട് കല്ലാങ്കുഴിയിൽ 2 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ സാക്ഷികൾക്ക് നേരെയാണ് വധഭീഷണി ഉയർന്നിട്ടുള്ളത്. കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് ഉൾപ്പെടെ പ്രതികളായ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാക്കൾക്കെതിരെ മൊഴി നൽകിയാൽ വധിക്കുമെന്നാണ് ഭീഷണി. കഴിഞ്ഞ ദിവസം കേസിലെ പ്രധാന സാക്ഷികളായ മൊയ്തുണ്ണി, ഹസൻ എന്നിവരെ കേസിലെ പ്രതികൾ മർദ്ദിച്ചിരുന്നു. നിങ്ങൾ സാക്ഷി പറഞ്ഞാൽ 2 ഫ്ലെക്സ് ബോർഡ് മരണപ്പെട്ടവരുടെ ഫ്ലെക്സ് ബോർഡ് അവിടെ ഇരിക്കുന്നു. ഇത് എത്രത്തോളം ജനാധിപത്യ വിരുദ്ധമാണ്. ഒരു സംഘടനയ്ക്ക് ഇവിടെ പ്രവർത്തിക്കാൻ അതിന്റെ നേതൃത്വം ഇനി സ്വീകരിക്കേണ്ട നിലപാടെന്താ? ആ നിലപാടല്ലേ ഇവിടെ കാന്തപുരം ഉസ്താദ് എടുത്തിട്ടുള്ളൂ. എന്നാൽ സുഹൃത്തുക്കളെ, അതിന്റെ പേരിൽ എന്ത് ചെയ്തു? കാന്തപുരം ഉസ്താദ് പറഞ്ഞ 140 മണ്ഡലത്തില് 92 ജയിച്ചു. എന്നാൽ ചില ആളുകൾ പറഞ്ഞ സ്ഥാനാർത്ഥികളിൽ 42 ജയിച്ചിട്ടുള്ളൂ. അതെന്നെ കെട്ടിവെക്കാൻ പൈസ കൊടുത്തത് ആ കൂട്ടത്തിലുണ്ട്. ഇതുപോലെ ദ്വാരന്ന് ഐക്കല്ല എഴുതി കൊടുത്തതുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും തോറ്റു. അവിടെ ജയിച്ചതാരാ? ബഹുമാന്യനായ പാണക്കാട്ടെ തങ്ങളെ കുരുത്തക്കേട് തട്ടിയ കാരാട്ട് റസാക്ക് കൊടുവള്ളിയിൽ ജയിച്ചു. എങ്ങനെയെന്നറിയുന്നത്? കാന്തപുരം ഉസ്താദിന്റെ കുരുത്തം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതാണ്. ബഹുമാന്യനായ KT ജലീൽ പാണക്കാട്ടെ തങ്ങൾ പാപ്പാന്റെ കുരുത്തക്കേട് വാങ്ങിയ ആളാണ്. ആ കുരുത്തക്കേട് കാന്തപുരം ഉസ്താദിന്റെ കുരുത്തം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തപ്പോ ഇന്ന് മലപ്പുറത്തെ പുതിയാപ്പുറയാണ് ജലീല്. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കി. ഇതിന്റെ പേരിലൊക്കെ എന്തിന് കോലം കത്തിക്കണം? ഇതിന്റെ പേരിലൊക്കെ എന്തിന് തെരുവിൽ മലീമസമായ സാഹചര്യം സൃഷ്ടിക്കണം? ഇത് പറയുമ്പോ ചിലർ പറയും തങ്ങൾ പാപ്പ രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണ്. എന്നാൽ AP ഉസ്താദ് രാഷ്ട്രീയക്കാരനല്ലാതെ പറഞ്ഞതുകൊണ്ടാ കുഴപ്പോ. AP ഉസ്താദ് ഒരു KPCC മെമ്പർ ആയിരുന്നുവെങ്കിൽ ഈ പുകിലൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. എന്നാൽ കിയാസ് അങ്ങനെയല്ല വേണ്ടത്. ഒരു ആലിം ഒരു രാഷ്ട്രീയ നയം പറയുന്നത് പോലും ഇത്ര ഗുരുതരമായ തിന്മയാണെങ്കിൽ ഒരു മോലിയാരും സയ്യിദുമായ ആള് തനി രാഷ്ട്രീയക്കാരനാകുന്നത് അതിലും വലിയ തെറ്റല്ലേ സുഹൃത്തുക്കളെ? എങ്കിൽ രാഷ്ട്രീയ നയം പറഞ്ഞ കാന്തപുരം ഉസ്താദിന്റെ കോലം ഒന്ന് കത്തിക്കുമ്പോ എന്തുകൊണ്ട് അപ്പുറത്തെ 4 കത്തിച്ചുകൂടാ? അതിന് ഞങ്ങളെ ഗുരുനാഥൻ പറഞ്ഞ മറുപടിയുണ്ട്. ഞങ്ങൾ കാന്തപുരത്തെ സുൽത്താന്റെ പട്ടാളമാണ്. ആ നേതൃത്വം ഞങ്ങളെ മര്യാദ പഠിപ്പിച്ചു. ആ നേതൃത്വം ഞങ്ങളെ അതവ് പഠിപ്പിച്ചു. ആ നേതൃത്വം ഞങ്ങളെ പ്രബുദ്ധത പഠിപ്പിച്ചു. ആ നേതൃത്വം ഞങ്ങളെ സംസ്കാരം പഠിപ്പിച്ചു. എന്നാൽ നിങ്ങൾക്ക് സംസ്കാരം പഠിക്കണമെങ്കിൽ പരിസരത്തെ പോലീസ് സ്റ്റേഷന്റെ നാട്ടിന്റെ ചൂടറിയേണ്ടി വന്നു എന്നതാണ് സഹോദരന്മാരെ ഏറ്റവും പരിതാപകരമായ സാഹചര്യം. ഞങ്ങളെ ലാത്തിയിൽ നിന്ന് അതവ് പഠിക്കുന്നവരല്ല. ഞങ്ങൾ കൈ പൊള്ളുമ്പോ പുറം ചൂടാകുമ്പോ അതവ് പഠിക്കുന്നവരല്ല. ഞങ്ങൾ ചെറുപ്പത്തിലെ ഞങ്ങളെ ഗുരുനാഥന്മാരിൽ നിന്ന് അതവ് പഠിക്കുന്നവരാണ്. ഇനിയും പറയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി
തങ്ങള് രാഷ്ട്രീയക്കാരനായതുകൊണ്ട് വിടാം, മതപണ്ഡിതന്മാർക്ക് പറഞ്ഞുകൂടാ എന്നാണോ? അതും നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? നമുക്കോർമ്മയില്ലേ ഗുരുവായൂർ ഇലക്ഷൻ? ആ ഗുരുവായൂരിൽ സമദാനിയും സിനിമാ സംവിധായകൻ കുഞ്ഞു മുഹമ്മദും മത്സരിക്കുമ്പോൾ അന്ന് ചന്ദ്രികാ പത്രത്തില് സമസ്തയുടെ പേരിൽ KV കൂറ്റനാട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്. എന്താണ് സ്റ്റേറ്റ്മെന്റ്? സഹോദരന്മാരെ, ആ സ്റ്റേറ്റ്മെന്റ് സമദാനിയെ വിജയിപ്പിക്കുക സമസ്ത, സമദാനിയെ വിജയിപ്പിക്കുക സമസ്ത. ഇവിടെ സമദാനിയെ വിജയിപ്പിക്കണമെന്ന് സമസ്തയുടെ സെക്രട്ടറി KV കൂറ്റനാട് ആഹ്വാനം ചെയ്തിട്ട് ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്ന് സുന്ദരമായി സമദാനി തോൽക്കുകയും കുഞ്ഞു മുഹമ്മദ് ജയിക്കുകയും ചെയ്തു. അന്നും നമ്മുടെ ആഹ്ലാദ പ്രകടനം നടന്നിട്ടുണ്ട്. പക്ഷേ സഹോദരന്മാരെ, അവിടെ KV കൂറ്റനാടിന്റെ കോലം കത്തിച്ചില്ല. എന്തുകൊണ്ട് കത്തിച്ചില്ല? പിണറായി വിജയന്റെ പാർട്ടി പ്രവർത്തകർ മദ്രസ പഠിച്ചത് ചേളാരി സംസ്ഥാനത്തിലല്ല, അതുകൊണ്ട് അവർ കോലം കത്തിച്ചില്ല. അല്ലാതെ ഞങ്ങളിപ്പോ കുറച്ച് വൈക്കോലുണ്ട് അട്ടിക്കിട്ടിട്ട് തീപ്പൊട്ടിക്കൊള്ളി എഴുതിയാൽ അത് കത്തായിട്ടല്ല, ഒരു പടക്കത്തിന് തീപ്പൊട്ടിക്കൊള്ളി എഴുതിയാൽ അത് പൊട്ടായിട്ടല്ല. ഞങ്ങളെ സ്കൂളും നിങ്ങളെ സ്കൂളും വേറെയായിപ്പോയി എസ്കക്കാരാ, അതുകൊണ്ട് മാത്രമാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്. അപ്പോൾ പണ്ഡിതന്മാര് പറഞ്ഞിട്ട് പോലും, സാക്ഷാൽ KV കൂറ്റനാട് ഫത്വ കൊടുത്തിട്ട് പോലും സുഹൃത്തുക്കളെ അവിടെ സമദാനി തോൽക്കുകയാണ്, കോലം കത്തിച്ചില്ല. അതേ സമയത്ത് പ്രതിഷേധ പ്രകടനവും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ സ്വാഭാവികമാണ്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇതൊക്കെ ചെയ്തു AP ഉസ്താദിന്റെ കോലം കത്തിച്ചു, കല്ലെറിഞ്ഞു, എല്ലാം ചെയ്തു. എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് അതെല്ലാം നമ്മൾ സഹിച്ചു. എന്നാൽ വയനാട് ജില്ലയിലെ ഒരു ചെറുപ്പക്കാരന്റെ വാട്സപ്പിലേക്ക് വന്നൊരു കാർട്ടൂൺ, ഈ തോണ്ടിത്തേക്കണ 100 മൊബൈലുള്ള കാലത്ത് കയ്യട്ടിയാലും പോണ സാധനമാണ്. ആ സാധനം അപ്പുറത്തേക്ക് പറഞ്ഞയച്ചു എന്നതിന്റെ പേരിൽ ഒരു മഹല്ലത്തിൽ നിന്നൊരു മുസ്ലിം ചെറുപ്പക്കാരനെ പുറത്താക്കാൻ. ആ നാട്ടിൽ കള്ളു കുടിക്കുന്ന ചെറുപ്പക്കാരുണ്ട്, വ്യഭിചരിക്കുന്ന ചെറുപ്പക്കാരുണ്ടാവാം, സിനിമ കാണുന്നവരുണ്ടാകാം, അവരൊക്കെ മഹലിന്റെ ഔത്താണ്. ഇനയോ പുറത്താരാ? ഈ കാർട്ടൂൺ വിട്ട ചെറുപ്പക്കാരൻ. നവമാധ്യമങ്ങളിലൂടെ സമുദായത്തിനെ ആക്ഷേപിച്ചുവെന്നാരോപിച്ച് വയനാട്ടിൽ യുവാവിനും കുടുംബത്തിനും മഹല്ല് കമ്മിറ്റി വക ഊരുവിലക്ക്. അമ്പലവയൽ ആനപ്പാറ സ്വദേശി ലബീബിനും കുടുംബത്തിനുമാണ് ആനപ്പാറ പള്ളി കമ്മിറ്റി വിലക്ക് ഏർപ്പെടുത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ CPIM പ്രവർത്തകനായ ലബീബ് ലീഗിനെതിരെ പ്രചരിപ്പിച്ച ചിത്രം സമുദായത്തിന് നിരക്കാത്തതാണെന്ന് ആരോപിച്ചാണ് വിലക്ക്. വാക്പോരുകളും രാഷ്ട്രീയ ചർച്ചകളും സജീവമായ ഫേസ്ബുക്കിൽ ലീഗ് നേതൃത്വത്തെ കളിയാക്കിയുള്ള ചിത്രം പോസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് വയനാട് ആനപ്പാറ സ്വദേശിയായ ലബീബിനും കുടുംബത്തിനും പള്ളി കമ്മിറ്റി വിലക്ക് ഏർപ്പെടുത്തിയത്. CPIM പ്രവർത്തകനായ ലബീബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം ലീഗ് BJP സഖ്യത്തെ കളിയാക്കിക്കൊണ്ട് തനിക്ക് ലഭിച്ച ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇത് സമുദായത്തിനെ ആക്ഷേപിക്കുന്നതാണെന്ന് ആരോപിച്ചായിരുന്നു വിലക്ക്. അപ്പോ എത്ര അസഹിഷ്ണുതാപരമാണിത്! ഇതിന് രാഷ്ട്രീയമെന്ന് പറയാമോ? ഇതിന് മതമെന്ന് പറയാമോ? സുഹൃത്തുക്കളെ, സമൂഹം പ്രബുദ്ധരല്ലേ? എന്നാൽ ഇവരുടെ ആവശ്യം ഇതു മാത്രമാണ്. ശംസുദ്ദീൻ MLA, ആ ശംസുദ്ദീൻ MLA അദ്ദേഹത്തിനെതിരെ നമ്മൾ നിലപാടെടുത്തു. എന്നാൽ അദ്ദേഹം മുമ്പ് ഇവിടെ മണ്ണാറക്കാട് തന്നെ മത്സരിക്കാൻ വന്നില്ലേ? ഞങ്ങളുടെ നേതാക്കൾ അദ്ദേഹത്തിനെതിരെ വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇപ്പോൾ അദ്ദേഹം ജനങ്ങളെ മുന്നിൽ പ്രസംഗിക്കുന്നത് ഞാൻ ന്യായമായി ആരെന്തു പറഞ്ഞാലും അതൊക്കെ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ്. മണ്ണാർക്കാട് ഇലക്ഷൻ റിസൾട്ട് വന്നതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം അത് പ്രസംഗിച്ചു. പക്ഷേ അദ്ദേഹം പ്രസംഗിച്ചെങ്കിലും പ്രസംഗം കഴിഞ്ഞതിന്റെ ശേഷം വേറൊരു മൂല്യര് എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, ഏയ് അങ്ങനെ എല്ലാ ന്യായത്തിനൊന്നും ശംസുദ്ദീൻ കൂട്ടുനിന്നിട്ടില്ല. ശംസുദ്ദീൻ MLA പ്രസംഗം ഒരു MLA എന്നുള്ള നിലക്ക് ന്യായമായ കാര്യങ്ങളിൽ എന്നെ ആര് സമീപിച്ചാലും ഞാൻ അതിനൊപ്പം നിന്നിട്ടുണ്ട്. അത് കളവാണ് എന്ന് ഞങ്ങൾ പറയണ്ട. ജനാധിപത്യ രീതിയിൽ ഒരു ഇലക്ഷനിൽ വാശിയേറി മത്സരിച്ച് MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ ആ നാട്ടിലെ ജനങ്ങളുടെ MLA ആണ്. അതുകൊണ്ട് ആരോടും ഒരു പക്ഷപാതിത്വവും കാട്ടൂല എന്ന്
ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിച്ച് പ്രതിജ്ഞ ചെയ്യുന്നവരാണ് ഒരു MLA എങ്കിൽ ആ MLA ഞങ്ങള് ഇവിടെ ഒരുപാട് പരിപാടിക്ക് വിളിച്ചാൽ അദ്ദേഹം വരൂല. വന്നവർ അനുഭവിച്ചത് എന്തൊക്കെയുണ്ടെന്ന് ബഹുമാന്യനായ മോയിൻകുട്ടി സാഹിബിനെ പോലെയുള്ളവർക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആര് ഞങ്ങളെ തെറ്റിദ്ധരിച്ചാലും അദ്ദേഹത്തെ പോലെയുള്ള മാന്യന്മാര് തെറ്റിദ്ധരിക്കൂല എന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹത്തെ പോലെയുള്ള സമുദായ സ്നേഹിയായ നേതാക്കൾ അത് കുറെ അനുഭവിച്ചതാണ്. ഇത് ഞാൻ ആര് ന്യായമായ കാര്യവും പരിഗണിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന അദ്ദേഹത്തെ ആ മണ്ഡലത്തിലെ ഒരുപാട് പരിപാടിക്ക് നമ്മുടെ പ്രവർത്തകർ വിളിച്ചു. എല്ലാ പൂരപ്പറമ്പിലും പോണ MLA നമ്മുടെ പരിപാടിക്ക് വരാൻ കഴിയില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാടെന്നൊരു മൂല്യര് പറയാൻ. അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ ആണത്തമുള്ളൊരു MLA ആണ്. അവരൊരു പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല. അതിനാണത്തം എന്നല്ല പറയാ, ഷണ്ടത്തം എന്നാ പറയാ. ഒരു ഇലക്ഷനിൽ വാശിയോടെ മത്സരിച്ച് ജയിച്ച MLA ആയാൽ തന്റെ രാഷ്ട്രീയ പ്രതിയോഗിയുടെ ക്ഷണം സ്വീകരിച്ച് സ്റ്റേജിലേക്ക് തലയുയർത്തിപ്പിടിച്ച് കയറി ചെല്ലലാണ് ആണത്തം എന്ന് പറയുന്നത്. മറ്റത് ഷണ്ടത്തമാണ്. ശരിയാ, മണ്ണാർക്കാട് നടന്ന ഒരു പരിപാടിക്ക് അദ്ദേഹം പങ്കെടുക്കാറില്ല. അദ്ദേഹം പറഞ്ഞു ഈ വിഭാഗത്തിനോട് എനിക്ക് കഴിയില്ല. ഇയാള് ഇന്ത്യൻ ഭരണഘടന നിർവഹിക്കാൻ പറ്റിയ ആളാണോ? ഇങ്ങനെയുള്ള MLA-മാര് രാജ്യം ഭരിച്ച ജനാധിപത്യം നിലനിൽക്കുമോ? അതിന്റെ ബാക്കിയായിരുന്നു മണ്ണാർക്കാട് കണ്ടതെല്ലാം. ചേളാരിക്കാര് മനസ്സിലാക്കി ആള് ചക്കിക്കൊത്ത ജങ്കരനാണ്, അതുകൊണ്ട് ജയിച്ചേ പറ്റൂ. അതിനെന്തു ചെയ്തു? കടുത്ത തോന്നിവാസം വിളിച്ചു പറഞ്ഞു. എന്തിനാണ് ഷംസുദ്ദീനെതിരെ AP ഉസ്താദ് നിലപാടെടുത്തത്? ഏതോ ഒരു സക്കാഫി 42 പെൺകുട്ടികളെ ശരിയാക്കിന്ന എന്തോ ഒരു ജന്തുക്കാരാ മനുഷ്യങ്ങളൊന്നും ആലോചിച്ചോക്ക. 3ഉം 4ഉം ഒക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ 42 ഒറ്റടിക്ക് ആകണമെങ്കിൽ സലാം സുല്ലമി പറഞ്ഞ മാതിരി 2 കൊല്ലത്ത് വേണം. ഇത്രമാത്രം ഒരു സാഹചര്യം സഹോദരന്മാരെ അവർ പ്രചരിപ്പിച്ചു. അത് വലിയവരും പറഞ്ഞു, ചെറിയവരും പറഞ്ഞു. പക്ഷേ അവരാലോചിച്ചില്ല സമുദായത്തിൽ അതിന്റെ വിധി എന്താണെന്ന്. അവരുടെ നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ കൂടത്തായിക്കാരനൊക്കെ വ്യഭിചാരോപണം ശിക്ഷയൊക്കെ ആകുകയാണെങ്കിൽ എത്ര അടി കിട്ടിയേക്കും അയാൾക്കൊക്കെ. അപ്പൊ നമ്മൾ അതൊന്നും പറയാത്തത് ഞങ്ങൾ കാന്തപുരത്തെ സുൽത്താന്റെ പട്ടാളാണ്. അതുകൊണ്ടാ ഞങ്ങൾ അതൊന്നും വയലറിഞ്ഞെടുക്കാത്തത്. അത് ഞങ്ങളെ ദൗർബല്യമല്ല. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഈ വ്യഭിചാരോപണം ഖുർആൻ ക്ലാസ് വിളിച്ച് പ്രചരിപ്പിച്ചു, അടുക്കള കയറി പ്രചരിപ്പിച്ചു. അപ്പോഴൊക്കെ അതിന്റെ മസല എന്താണ്? അവർക്കെതിരെ ആരോപണം വന്നപ്പോ കാസ്മി പറഞ്ഞെന്നു വ്യഭിചാരോപണം പറയാനുള്ള മതവിധി. വ്യഭിചാരം ആരോപിക്കണമെങ്കിൽ വ്യഭിചരിക്കുന്നതായി അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അത് ചെയ്യുന്നതായി നേരിട്ട് സാക്ഷികൾ 4 കണ്ടിരിക്കണം. തന്നെ കാണണം, ഞാൻ തന്നെ കണ്ടിരിക്കണം. ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ വിശദീകരിക്കേണ്ടത് ഇതൊക്കെ പറഞ്ഞിടുന്ന ഉസ്താദുമാരാണ്. ആര് പോയി അവിടെ ടോർച്ചടിക്കാൻ എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അവർ പറയട്ടെ. ഇത് പറയേണ്ടത് എങ്ങനെ പറയണം അതും കാസിമി പറഞ്ഞു തരും. വളരെ ആലോചിക്കണം. എല്ലാവരും ചിന്തിക്കണം. വ്യഭിചാരം വളരെ നാശമാണ്, എന്നാൽ അതുപോലെ നാശമാണ് വ്യഭിചാരം പറയൽ. അതെ, ആ നാശമല്ലേ ഈ ഷംസുദ്ദീനെ ജയിപ്പിക്കാൻ ഖുർആൻ ക്ലാസ് വിളിച്ച് നിങ്ങൾ പ്രചരിപ്പിച്ചേ? അത് വളരെ നാശം. ഇനി പറയുന്നവർ തന്നെ അങ്ങാടി പറയാൻ പാടില്ല. അത് അങ്ങാടി പറയാൻ പാടില്ല. ആ സക്കാഫിയുടെ കേസ് അവിടെ കോടതിയിലാണ്. ബാപ്പൂലേർ അവിടെ പോയി കക്ഷി ചേരാൻ വേണ്ടി ടോർച്ചടിച്ച് നോക്കിക്കണമെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇയാളെ ജയിപ്പിക്കാൻ മതവിരുദ്ധമായ പ്രചാരണം നിങ്ങൾ ഏറ്റെടുത്തു, ധാരാളം ചെയ്തു. കൊല്ലപ്പെട്ട മനുഷ്യന്മാര് പ്രതികളാന്ന് പറഞ്ഞു. കൊന്നോലെ പറ്റിയല്ല ചേളാരിക്കാർ ആലോചിച്ചത്, കൊല്ലപ്പെട്ടോലാരാണ്. എന്നാൽ ആ 2 ശുഹദാക്കൾ ഇന്ത്യ രാജ്യത്തെ വിശാലമായ ഭൂപ്രദേശത്തെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ല. വെല്ലുവിളിച്ചപ്പോ സീഡിറക്കിയപ്പോ അത് ഒഴിവാക്കി. ഇനിയോ സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്രത്തോളം ബൽക്കറിയാം നമ്മളെ മലക്ക് മണ്ണാർക്കാട് വന്നൂടായില്ല. അതുകൊണ്ട് ഇവര് നേരത്തെ ചെയ്ത പണി എന്താ പറയുക, മലക്ക് വരുമെങ്കിൽ ചുരുങ്ങിയത് ചെയ്താനെങ്കിലും കയ്യിൽ വേണമെന്ന് മനസ്സിലാക്കി. അങ്ങനെ BJP-ന്റെ വോട്ട് മൊത്തത്തിലാണ് കച്ചവടം. ഈ മൊത്തത്തിൽ കച്ചവടമാക്കിയ വേം പൊളി. ജയിച്ചാലുള്ള കച്ചവടം 500-200 മേലെ നിർത്തണം.
എന്തായി നിങ്ങള്? അതാണ് AP ഉസ്താദ് ഇലക്ഷൻ റിസൾട്ട് വന്നതിന്റെ ഉടനെ പറഞ്ഞത്. മണ്ണാറക്കാട് കഴിഞ്ഞ ഇലക്ഷനിൽ BJPക്കുള്ള വോട്ട് എവിടെ പോയി എന്ന് പരിശോധിക്കണം. ആ ക്ലിപ്പ് മൂല്യന്മാർ അങ്ങാടിയിൽ കൊണ്ടുവന്നിട്ട് വഷളാക്കാണ്. ഷംസുദ്ദീൻ തോൽക്കുന്ന ഒരു ഘട്ടം പോലും ഉണ്ടായിട്ടില്ല. സാധാരണ എല്ലാ മണ്ഡലത്തിലും ഇങ്ങനെ കേറി ഇറങ്ങി വരില്ല. ആണ് മുസ്ലിം ലീഗിന്റെ തറവാടായ തിരൂരങ്ങാടിയിൽ അബ്ദുറബ്ബൊക്കെ അണ്ണം വണ്ടി കയറ്റം വലിച്ചണ മാതിരിയാ കയറി കിട്ടി. അങ്ങനത്തെ ഒരു ഇലക്ഷനിൽ മണ്ണാറക്കാട് എല്ലാ വോട്ടും ഷംസുദ്ദീൻ അണ്ണാക്കൂടാതെ മുണങ്ങിയപ്പോ കണ്ണൊട്ടിന് വരെ തിരിഞ്ഞ് കച്ചവടം ഉണ്ടായിക്കണെന്നുള്ളേ. ഷംസുദ്ദീൻ ഒരു വട്ടമെങ്കിലും ഒന്ന് ബേക്കിക്ക് ഉണ്ടായിട്ടില്ല. അത് പറഞ്ഞു ഇമ്മാരി ഭൂരിപക്ഷം. അതായത് മൂല്യന്മാർക്ക് ഈ രാഷ്ട്രീയ കച്ചവടം ഒന്നും അറിയില്ല. ഐറ്റ ഈ ഫാത്തിയോദം മാത്രം നടക്കുന്ന കൗമാണ് ഫിത്തിന പറയാൻ. ഭൂരിപക്ഷം കിട്ടുന്നതിനുള്ള പ്രതീക്ഷ, പക്ഷേ ഈ രീതിയിൽ ഒരു ഭൂരിപക്ഷം കിട്ടുന്ന പ്രതീക്ഷിച്ചില്ല. AP ഉസ്താദ് അതിനെ തുടർന്നിറക്കിയ പ്രസ്താവന മണ്ണാറക്കാട്ടെ വോട്ട് എടുക്കുക BJPന്റെ പോയതും കൂടി നോക്കണം എന്നാ ഉസ്താദ് പറയണേ. അതൊരു ആരോപണമാണ്. അത് ആരോപണമല്ല, അത് വസ്തുതയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരുപാട് വോട്ടുണ്ടായിരുന്നു. ഈ വർഷം അത്ര വോട്ടില്ല. അത് കാണിച്ചു കൊടുത്തത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPന്റെ വോട്ട് എത്രയാണ്? നിങ്ങൾ കാട്ടിത്തന്നിട്ട് ഞങ്ങൾക്ക് കാട്ടിത്തരാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ടുണ്ടായിരുന്നത് 5000 മാത്രമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJPന്റെ വോട്ട് എത്രയാ? 10,000. നിങ്ങൾ കണ്ടുള്ള സ്ക്രീനിൽ നിങ്ങൾ കാണാൻ കഴിയും. ഈ മൂല്യരെ ഏതോ രാഷ്ട്രീയക്കാരൻ പറ്റിച്ചതാ. ഇയാള് കാട്ടിത്തരുന്ന ഇലക്ഷൻ 2011 നിയമസഭാ ഇലക്ഷനാണ്. ആ ഇലക്ഷന്റെ ശേഷം പൂലൂപ്പുഴയിൽ വെള്ളൊഴുകിയില്ലേ, ചാലിയാർ പുഴയിൽ ഒഴുകിക്കുമെന്ന് എനിക്കുറപ്പാണ്. അതുപോലെ ഒരുപാട് വോട്ടിന് നമ്മൾ പോയില്ലേ. 2011 നിയമസഭാ ഇലക്ഷന്റെ ശേഷം കേരളത്തിൽ ഒരു ലോക്സഭാ ഇലക്ഷൻ നടന്നിട്ടുണ്ട്. അന്ന് BJPയുടെ വോട്ട് കിട്ടിന ഞാൻ കാട്ടിത്തരാ. കണ്ടോളി സ്ക്രീനില്. ജനറൽ ഇലക്ഷൻ ടു ലോക്സഭ 2014. ആ 2014 ലോക്സഭാ ഇലക്ഷനിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ മണ്ണാറക്കാട് നിയമസഭാ മണ്ഡല പരിധിയിൽ നിന്ന് BJPയുടെ ഏക സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രന് കിട്ടിയ വോട്ട് 14,271. എത്ര? 14,000. ഇപ്പൊ കിട്ടിയത് 10,000. കുറക്കാനും അരിക്കാനും ഉണ്ട് ഞയില്, പിന്നെ കൂട്ടാനും ഇല്ലേ. അന്ന് വെള്ളാപ്പള്ളി മുതലാളി BJPന്റെ ഒപ്പല്ല. അന്നാണ് 14,000. മാത്രമല്ല സുഹൃത്തുക്കളെ, ഇപ്പോൾ മണ്ണാറക്കാട് മണ്ഡലത്തിൽ വെള്ളാപ്പള്ളിയുടെ ടീമിന് ഔദ്യോഗികമായി 10,000 മെമ്പർമാരുണ്ടെന്നാണ് കണക്ക്. എന്ന് പറഞ്ഞാൽ BJPയുടെ ഒറ്റ വോട്ട് പോലും അപ്പെട്ടി പോയിട്ടില്ല എന്നതിന്റെ പച്ചമലയാളം. ഇനിയോ നിങ്ങൾ നോക്ക്. അതാണ് അണ്ണാക്കോടാതെ മുണിഞ്ഞി എന്ന് ഞാൻ പറഞ്ഞേ. ഇനി നിങ്ങൾ നോക്ക്, പുതിയ വോട്ടർമാരുണ്ട്. ആ പുതിയ വോട്ടർമാരെയും കാണാനില്ല BJPയുടെ. ചേളാരിക്കാർ മനസ്സിലാക്കിയ തങ്ങളെ മാതിരി പടവലങ്ങ മാതിരിയാണ് എല്ലാ പാർട്ടിക്കാരും വളരലേനാണ്. പുതിയ വോട്ടർമാരെ കാണാനില്ല. ഇനിയും കൂട്ടിക്കോ. ഈ ഇലക്ഷനിൽ കേരളത്തിൽ പൊതുവെയും പാലക്കാട് മണ്ഡലത്തിൽ പ്രത്യേകമായും BJP ഉണ്ടാക്കിയ ട്രെൻഡ് മണ്ണാറക്കാട് മണ്ഡലത്തിൽ ഏശിയില്ല. എവിടെ പോയി വോട്ട്? ഇമ്മരപ്പടി വിളിച്ചറിയുന്നുണ്ട് ഇമ്മരപ്പടി. അതാണ് മുസ്ലിം ലീഗുകാർ ഇതൊന്നും പറഞ്ഞെടുക്കാൻ. അവരൊക്കെ രാഷ്ട്രീയം അതിന്റെ വഴിക്ക് പോവും. ഓൽക്ക് അതൊക്കെ അറിയണോലാണ്. ഓൽ അതിന്റെ പണി എടുത്തു പോകും. ഞമ്മക്ക് അതിന്റെ പിന്നാലെ തെർക്കീബെക്കേണ്ട ഏർപ്പാടൊന്നുമില്ല. നമ്മൾ എടുക്കേണ്ട നിലപാടെടുക്കുക, വേറെ പണി നോക്കുക. ഇതാണ് നമ്മളെ പരിപാടി. നിങ്ങൾ നോക്ക്, ഇമ്മരപ്പടി വിളിച്ചേറിയാണ്. പിന്നീട് ഇറങ്ങിയ പത്രങ്ങൾ മണ്ണാറക്കാട് വോട്ട് കുറഞ്ഞു, BJP BDJS ബന്ധത്തിൽ വിള്ളൽ, മാതൃഭൂമി. മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായിരുന്ന കേശവദേവ് പുതുമനക്ക് പ്രതീക്ഷിച്ച മുന്നേറ്റം നടത്താനാകാത്തത് യോഗക്ഷേമ സഭ BJP BDJS ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തി 30,000-ൽ കുറയാത്ത വോട്ട് നേടുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്ന NDAക്ക് 2014 ലോക്സഭയിൽ ലഭിച്ച 14,271 വോട്ട് പോലും നേടാനായില്ല. പോയിക്കണോ വോട്ട്? ഇതേ ആരാണ് ഇതൊക്കെ കൈകാര്യം ചെയ്തത്? നിങ്ങൾ ഞങ്ങളെ കാന്തപുരത്തെ സുൽത്താൻ. അതൊക്കെ പഠിച്ചു പറയുന്നതാ.
ഞങ്ങളെ ഉസ്താദ് കുറെ കാലായി ഇതൊക്കെ കണക്ക് കൂട്ടാനും കുറക്കാനും അരിക്കാനൊക്കെ പഠിച്ചിട്ടേ മനസ്സിലായി. ഇന്നക്കാരോ കൂട്ടിത്തരുന്ന കണക്കങ്ങൾ പറയുന്നേ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? വീണ്ടും പത്രം ലീഗിന് വോട്ട് മറിച്ച് വിറ്റതിനെ ചൊല്ലി NDAയിൽ പൊട്ടിത്തെറി. ഇനിയും കേട്ടോളൂ, വോട്ട് കുറഞ്ഞു, BJP മണ്ഡലം പ്രസിഡന്റിനെതിരെ നടപടിക്ക് സാധ്യത. ഐറ്റഞ്ഞ് തല്ലൂടണം, തല്ലൊതുക്കഞ്ഞും KMCCന്റെ പൈസ ചെലവാക്കണം. നിങ്ങളൊന്നാലും ഉറക്ക് പോയില്ലേ? നമ്മളിപ്പോ എന്തേ ചെയ്തിട്ടുള്ളൂ? നമ്മൾ ദ്വാരുന്നു. ഇപ്പൊ എന്താ നിങ്ങള്? മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന് 2.5 ലക്ഷം വോട്ട് കാണാനില്ല. ആ വോട്ട് തരാൻ വേണ്ടി ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ കോഴിക്കോട്ട് ലീഗ് ഓഫീസിൽ യോഗം ചേർന്നു. 2.5 ലക്ഷം വോട്ട് കാണാനില്ലാത്തത് തരാൻ വേണ്ടി കോഴിക്കോട് യോഗം കൂടിയ ലീഗുകാർ തെരഞ്ഞത് മഞ്ചേശ്വരത്തെ ഞമ്മളെ വോട്ടാണ്. എങ്ങനെയത് ശരിയാകുക? സഹോദരന്മാരെ, പണ്ട് മദ്രസന്റെ വരാന്തിയിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ നിൽക്കുക, തല മറക്കാൻ മറന്നിക്കണം. പെട്ടെന്ന് ഉസ്താദ് വന്ന് ബൈക്കുമെന്ന് ഇറങ്ങിയപ്പോ കുട്ടിക്കൊരു മാനക്കേട്, കുട്ടി പാവാട പൊന്തിച്ച് മോറാണ് പൊത്തി. ഇതല്ലേ ഇവിടെ ഉണ്ടായത്? സഹോദരന്മാരെ, ഇവിടെ മലപ്പുറം ജില്ലയിൽ കാണാനില്ലാതെയായ വോട്ട്. ഒരു കാര്യം ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. മുമ്പ് സമസ്ത ചേളാരി ആലയത്തിൽ നിന്ന് KP ഉസ്മാൻ സാഹിബിന്റെ കൈപ്പടയില് സൗദി അറേബ്യയിലെ പ്രവർത്തകർക്ക് നിങ്ങൾ എഴുതിയ കത്ത് ഞങ്ങൾ മറന്നിട്ടില്ല. എന്താണത്? ബേപ്പൂരിലും വടകരയിലും BJPക്കാരെ പിന്തുണക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ നമ്മെ പിന്തുണക്കാമെന്ന് അവരും വാക്ക് തന്നിട്ടുണ്ട്. UDF വീണ്ടും അധികാരത്തിലേറിയാൽ വഖഫ് ബോർഡും മറ്റ് കമ്മിറ്റിയും നമ്മെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഏൽപ്പിച്ചാൽ മർക്കസ് അടക്കമുള്ള സ്ഥാപനങ്ങൾ പൂട്ടിക്കുകയോ അത് പിടിച്ചടക്കുകയോ ചെയ്യാം, അവർ ഒത്താശ ചെയ്യുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് വടകര ബേപ്പൂരിലെ BJP സ്ഥാനാർത്ഥികളടക്കം നമ്മുടെ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നതിന് അള്ളാഹുവിന്റെ ഹറമിൽ വെച്ച് ദുആ ചെയ്യണമെന്ന് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ലെറ്റർ ഹെഡില് KP ഉസ്മാൻ സാഹിബ് എഴുതിയ കത്ത് ഞങ്ങൾ മറന്നിട്ടില്ലെന്ന് മാത്രമല്ല, അന്നത്തെ അഭിഹിത വേഴ്ച അന്നത്തെ സ്ഥാനാർത്ഥി മാധവൻകുട്ടിയും മറന്നിട്ടില്ല. മീഡിയ വന്നത് വിശദീകരിക്കാം. കാൽ നൂറ്റാണ്ട് പിന്നിട്ടിട്ടും കേരള രാഷ്ട്രീയത്തിലെ ചർച്ചാ വിഷയമാണ് കോലീബി സഖ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ചെത്തിയ 1991 കോഴിക്കോട് ജില്ലയിൽ കോലീബി സഖ്യം പരീക്ഷിക്കപ്പെട്ടത്. സഖ്യത്തിന്റെ ഭാഗമായി കോഴിക്കോട് ബേപ്പൂരിൽ മത്സരിച്ച ഡോക്ടർ K മാധവൻകുട്ടി തെരഞ്ഞെടുപ്പ് കാലം ഓർമ്മിക്കുന്നു. 1991 നിയമസഭാ തെരഞ്ഞെടുപ്പ്, അണിയറയിൽ രഹസ്യ നീക്കങ്ങൾ. ബേപ്പൂരിൽ ഡോക്ടർ K മാധവൻകുട്ടി സ്ഥാനാർത്ഥിയാകുന്നു. വടകരയിൽ അഡ്വക്കേറ്റ് രത്നസിംഗും. BJP അനുഭാവിയായ മാധവൻകുട്ടിക്ക് ലീഗും കോൺഗ്രസും UDF സ്വതന്ത്രനായ രത്നസിംഗിനെ BJPയും പിന്തുണ നൽകി. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസും ലീഗും BJPയും കൈകോർത്ത് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. K കരുണാകരനും പാണക്കാട് ശിഹാബ് തങ്ങളും BJP നേതാക്കളുമടക്കം നിരവധി പേർ പ്രചാരണത്തിനായി ബേപ്പൂരെത്തി. പാണക്കാട് ശിഹാബ് തങ്ങൾ മരിച്ചു പോകുന്നവരെ ഏറ്റവും അധികം ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു ഇലക്ഷൻ മീറ്റിംഗിന് വർക്ക് ചെയ്ത് എനിക്ക് വേണ്ടിയിട്ടാണ്. എന്റെ കൂടെ 23 മീറ്റിംഗിന് അദ്ദേഹം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ചത്? എന്റെ മേഖലയിലുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കുക എന്നത് മാത്രമേ. അതെ, മാധവൻകുട്ടിക്ക് CPM-നെ തോൽപ്പിക്കണം, ചേളാരിക്കാർക്ക് APക്കാരെ തോൽപ്പിക്കണം. ഈ മുറാദാണ് എല്ലായിടത്തും നടക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ BJPയും സൂഫി സമ്മേളനമൊക്കെ ആരോ എഴുതി കൊടുത്തത് അവനാന്റെ പേരിൽ വരുമ്പോ പിന്നെ നിഷേധിച്ചത് കാര്യം ഉണ്ടാകുമോ? സഹോദരന്മാരെ, സൂഫി സമ്മേളനമാണ്. എന്റെ AP ഉസ്താദ് മോഡിന്റെ കൈയുടിച്ചതാ ചിലർക്ക് കേസ്. പിന്നെ 5 കോടിന്റെ കണക്കപ്പ ചോദിച്ചാൽ അതൊക്കെ ചെലവാക്കിയില്ല കൈമാരെ. നിങ്ങളിപ്പോ കണക്ക് ചോദിച്ചാ മോഡി നമുക്ക് 5 കോടി തന്നു. കോടി എത്ര? എന്താണ് ഉത്തരവാദപ്പെട്ടോല് പറയുമ്പോ കുറച്ച് കനത്ത് പറയണ്ടേ? ഈ ചെള്ളപൊള്ള മൂലയന്മാര് പറയണ 5 കോടിയൊക്കെ കാര്യപ്പെട്ട നേതാക്കൾ പറയണം. നിങ്ങളൊരു 15,000 കോടിയൊക്കെ പറയണം. അവിടെ ഞങ്ങൾക്ക് നിങ്ങളോട് പരാതിയുള്ളൂ. നിങ്ങൾ ഞങ്ങൾ ഉസ്താദിനെ പറ്റി 5 എന്നൊന്നും പറയരുത്. അത് ഞങ്ങൾ കുട്ടികൾക്ക് മുട്ടായി വാങ്ങി കൊടുക്കണ പൈസയാ. അപ്പൊ സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ സൂഫി സമ്മേളനം അല്ലേ? സൂഫികൾ എന്ന് പറഞ്ഞ അങ്ങനെ തന്നെയല്ലേ? സത്താർ വന്തലൂര് പറയുന്നുണ്ട്, ഇന്ത്യ രാജ്യത്ത് ഏത് ഭരണാധികാരികൾ വന്നാലും
ഏത് ഭരണാധികാരികൾ വന്നാലും ഖാജ അജ്മീർ ഖാജ തങ്ങളെ ജാറത്തിൽ പട്ടു പുതപ്പിച്ചിട്ടല്ലാതെ പോകലില്ല. BJP-ക്കാര് വരെ എന്ന് മൂപ്പര് പറയാം. സാക്ഷാൽ BJP-ക്കാരൻ MP ആയാലും മന്ത്രിയായാലും അജ്മീർ ഖാജയുടെയും നിസാമുദ്ദീൻ ഔലിയയുടെയും മക്ബറയിൽ വന്നുകൊണ്ട് അവരുടെ ഭാഷയിലും അവരുടെ ശൈലിയിലും അവരുടെ സംസ്കാരത്തിലും അവിടെ വന്നുകൊണ്ട് ആദരവ് പ്രകടിപ്പിക്കാതെ സാക്ഷാൽ BJP-ക്കാരൻ പോലും അവന്റെ അധികാരത്തിന്റെ ചെങ്കോൽ എന്താറില്ല, അധികാരത്തിന്റെ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കാറില്ല. നരേന്ദ്രമോദി അജ്മീർ ഖാജ തങ്ങളെ ജാറം മൂടാൻ വരുമ്പോ ജാറം കമ്മിറ്റിക്കാര് പറയേണ്ടത് എന്താ? നിങ്ങൾ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളൊക്കെ ഒന്നാളാ വാതില് തുറന്നു തരൂലെന്നാ പറയണ്ടേ. പക്ഷെ ജാറം കമ്മിറ്റി വാതില് തുറന്നെടുത്തു, ഇയാള് പട്ടുമൂടിപ്പോയി. കേരളത്തിൽ ആരെങ്കിലും വിവാദാക്കിയോ? എന്തേ അക്കമ്മിറ്റിയിൽ AP ഉസ്താദ് ഇല്ല. AP ഉസ്താദ് അല്ല പ്രശ്നം, നരേന്ദ്രമോദി അല്ല പ്രശ്നം, AP ഉസ്താദാണ്. കണ്ടങ്ങളെ അല്ലെങ്കിൽ ഇപ്പം മണ്ണാർക്കാട് കച്ചോളപ്പ് ഈ കേസൊന്നും ആരും അറിഞ്ഞിട്ടില്ല. സൂഫി സമ്മേളനം ഇപ്പോൾ അറിഞ്ഞ്. അപ്പോ ഈ ഒരു അവസ്ഥ. പക്ഷേ ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ വരില്ല. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ നടക്കുമ്പോ AP ഉസ്താദിനോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, ഉസ്താദ് നരേന്ദ്രമോദി വികസനം കൊണ്ടെന്ന് അംഗീകരിക്കോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയും ബാലുശ്ശേരി വരെ റോഡ് നല്ല മട്ടത്തിൽ പിന്നാകെ കുത്തിപ്പൊളിഞ്ഞിട്ട് പ്രധാനമന്ത്രി ഫണ്ടിൽ നിന്ന് ഒരു റബ്ബറൈസ്ഡ് പാസ്സാക്കിയ പിന്നെ അവിടെ എത്തുമ്പോ ഉസ്താദിന്റെ വണ്ടി ഡ്രൈവർ തലയിലെക്കാൻ പറ്റുമോ? ഉസ്താദ് പറഞ്ഞു നമ്മൾ വണ്ടി ഓട്ടും. നാട്ടിൽ മുഴുവൻ അന്ന് പറഞ്ഞ കഥയാണ്. 5 കോടി വാങ്ങി നരേന്ദ്രമോദിനെ പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനിച്ചിരിക്കണ്. നിങ്ങൾ ആലോചിക്കും, ഒരാളെ പ്രധാനമന്ത്രിയാക്കണമെങ്കിൽ കേരളത്തിന് മാത്രം ഒന്നും ഉണ്ടാക്കിയാൽ പോരാ. എന്ത് വേണം, ഇന്ത്യ മൊത്തം കുറച്ചൊന്ന് വിസിലൂതാൻ വയ്ക്കണോ? പക്ഷേ നമ്മൾ അന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇപ്പൊ പ്രധാനമന്ത്രിയൊക്കെ അതിന്റെ ഷോല് പറയാണ് മോഡി ഞങ്ങളീ ആൾക്കാരാണ്. ഇന്ന് നരേന്ദ്രമോദി ആ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരിക്കണേന്റെ മുമ്പ് ഭരിക്കുന്നു മനസ്സിലാക്കിയ തിരിച്ചറിവിന്റെ ഉടമയാണ് കാന്തപുരത്തെ സുൽത്താൻ. നരേന്ദ്രമോദി എന്റെയും പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ടാ ഞങ്ങൾ വികസനം സ്വീകരിക്കുന്നു പറഞ്ഞേ. ഇങ്ങക്ക് കണ്ടറിയാൻ കഴിഞ്ഞില്ല, കൊണ്ടറിയേണ്ടി വന്നു. സൂഫികളെയും പ്രധാനമന്ത്രി അതാ. അതുകൊണ്ടൊരു സൂഫി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രിനെ കിട്ടണമെങ്കിൽ അയാളെ തന്നെ കൊണ്ടുവരണം. വേറെ ഒരു അമ്മക്കുട്ടിനെ കൊണ്ടുവന്നാ പ്രധാനമന്ത്രി ആവൂല. അത് പ്രധാനമന്ത്രി അങ്ങനെ തന്നെ. ഇനി ഇവർക്ക് പണ്ട് നോക്കി എന്റെ നാട്ടുകാരൻ പറഞ്ഞ എന്താ, ഒരട്ടം ഒന്നുണ്ടാക്കാത്ത ആളാ പിണറായിന ആണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ CPM-നെ തൊടാൻ പാടില്ല എന്നാ ആ പ്രസംഗം ഒന്ന് കേട്ടോളൂ നിങ്ങൾ. മൂപ്പര് പറയണേ, എന്തേ പിണറായി ഒന്നുണ്ടാക്കാത്ത ആളല്ലേ? സമസ്തണ്ടായ ദുന്യാവ് ആഖിറം കിട്ടും, ലീഗ് ഉണ്ടായ ദുന്യാവും കിട്ടുന്നതാണ് വിശ്വാസം. നമ്മളെ അഭിപ്രായം ദുന്യാവ് ഉണ്ടാകണമെങ്കിൽ ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും ഒക്കെ പറ്റും കൊണ്ടടക്കണമെന്ന് നന്നായാൽ മതി. അതാണ് എന്ത് ചോദിച്ചാലും കുഴപ്പമില്ല. എന്തായാലും മാർക്സിസ്റ്റിനെ കണ്ടൊക്കെ നല്ല നമ്മളെ ലീഗ് തന്നെയല്ല, പണക്കാട് തങ്ങളല്ല അവിടെ ഉള്ളത്. അത് മാത്രല്ല UC രാമനും ഇല്ല അതില്. മറ്റേ അച്യുതാനന്ദനും പിണറായിക്കല്ലോ ഒരിക്കലെങ്കിലും ഒന്നിർത്തിട്ടുണ്ടോ? പാലുണ്ടാക്കാൻ ഓലുമാണോ? അത് തേജുദുക്കരിച്ചാനല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് കേൾക്കണ രസോ, ഇലക്ഷൻ കഴിഞ്ഞു ഇപ്പൊ ബേജാറില്ല. നമ്മളെ 140 വോട്ട് എവിടുക്കാ പോയത് മണ്ഡലത്തിൽ നോൽക്കറിയാ. ഇപ്പൊ നമ്മളെ കൂടത്തായിക്കൊന്നും ഉറക്കം കിട്ടണില്ല. മൂപ്പര് പ്രസംഗിക്കണ LDF വന്നാ എല്ലാരും ഇങ്ങനെ ശരിയാക്കും എന്ന് പറയുന്നുണ്ട്. നമ്മളാക്കാൻ വരരുത് കേട്ടോ. ഇപ്പൊ ചില ആളുകളെ പറഞ്ഞു LDF വരും എല്ലാം ശരിയാകും. അതിന്റെ പേര് പറഞ്ഞുകൊണ്ട് ചിലർ പറയുന്നു കൊലപാതകത്തിന്റെ പ്രതികളെ കൊണ്ടുവരും. നിങ്ങൾക്ക് എന്തിനാ അതിന് ഉറക്കം നഷ്ടപ്പെടുന്നു? ചിലപ്പോ ജയിച്ചത് ഒരു ഗോതമ്പിന്റെ ചോറ് MLA-ക്ക് തിന്നാൻ തോപ്പിക്കുണ്ടെങ്കിൽ അത് കിട്ടണ്ടേ? കൊലപാതകത്തിന്റെ പ്രതികളെ പിടിക്കട്ടെ. ഇത് മാത്രമല്ല, ഒരുപാട് പ്രതികളെ പിടിക്കട്ടെ. അത് നമ്മളെ കേസല്ല, നമ്മൾ അവിടുത്തെ പറയാം. നിങ്ങൾ എന്തിനാ എല്ലായിടത്തും പോണ്? ആ പ്രതികളൊക്കെ പിടിക്കുന്നതിന്റെ പേരിൽ ഇല്ലാത്ത പേര് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കഥകൾ മനഞ്ഞുണ്ടാക്കി ചില പണ്ഡിത വേഷധാരികളുടെ സിമ്പതി പിടിച്ചുപറ്റാനാണ് കടന്നു വന്ന ഗവൺമെന്റിന്റെ ശ്രമമെങ്കിൽ അതിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നുകൂടി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. കൈ നിങ്ങൾ കെട്ടണ്ട, അത് കെട്ടാനുള്ള ചങ്ങല പോലീസ് സ്റ്റേഷനിലുണ്ടാവും. അതുപോലെ കെട്ടിയിട്ടാ കൊണ്ടുപോവുക. നിങ്ങള് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പടക്കായിട്ടാണ് വന്നാൽ മതി, ബാക്കി പോലീസ് നോക്കിക്കോളും. അത്രയേ ആവശ്യമുള്ളൂ. സഹോദരന്മാരെ, നിങ്ങൾ കെട്ടണ്ട, എല്ലാം ശരിയാക്കാനുള്ള ബേജാർ ബല്. അപ്പം നോക്കി നിങ്ങൾ പോയല്ലോ ബലു. AP ഉസ്താദിനെ പറ്റി ബല് പറയലെന്താ അറിയോ? മുഖ്യമന്ത്രി വന്ന അവിടെ മണ്ടിച്ചെല്ലും പോലും ആരാ ജയിച്ചിന് അവിടെ എത്തുന്ന, ജയിച്ചിന്റെ ശേഷം പിന്തുണക്കുന്ന ബലും പോയി അവിടെ പോയ രസത്തരങ്ങൾ. ഒരു മുഖ്യമന്ത്രിന്റെ ഓഫീസിൽ സോഫ സെറ്റിന്റെ കയ്യുമ കയറി കുത്തിർക്കണൊക്കെയാണ് നിങ്ങളൊരു നേതാവ്.
ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. ആന ഒരുങ്ങണ പണിക്ക് മുയലൊരുങ്ങിയാൽ അവിടെ കേടുവരാന്നല്ലാതെ. ഒന്ന് ആലോചിച്ച് നോക്കി. സോഫ സെറ്റിന്റെ കയ്യുമ്മൽ ഞാനൊക്കെ മുഖ്യമന്ത്രിനെ കാണാൻ പോയ അങ്ങനെ കരച്ചു മൂപ്പർക്കൊക്കെ പോരേ കവായിടെ ഉണ്ടാവുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി. AP ഉസ്താദ് ആ ഇരുത്തം കണ്ടാ തന്നെ കുത്തിത്തിരിപ്പ് പറയാൻ പോയതാന്ന് വേറെ പറഞ്ഞ ചോട്ടിലാ മന്ത്രിച്ചേ. ഒന്ന് ആലോചിച്ച് നോക്കി ആ ഇരുത്തം. മാത്രമല്ല ഒന്നുണ്ടാക്കാത്ത കജ്ജും മുത്തിന്നാ കേട്ടേ. പക്ഷെ ഇവര് മനസ്സിലാക്കിയത് ഇടതുപക്ഷമാകുമ്പോ ഇടത്തെ കജ്ജ് മുത്തണെന്താ. പിണറായി പറഞ്ഞത്ര മാപ്പിളാര് വലത്തെ കജ്ജ ഉസ്താദെ മുത്തലേ. സഹോദരന്മാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെയാണ് ഇപ്പൊ ഇവരെ കവായിദ. എന്നാ നോക്കി നിങ്ങൾ ഞമ്മളെ മൂല്യരാപ്പിള പോയ കോലങ്ങൾ കണ്ടോ. കാന്തപുരത്തെ സുൽത്താൻ പിണറായിന്റെ മുമ്പിൽ നിൽക്കണ നൃത്തം നോക്കി നിങ്ങൾ. അത് ഒന്നൊന്നര നിർത്തല്ലേ. അല്ലാഹുവേ നീ ഒരു അനിയാഫിയത്തുള്ള തണല് ഞങ്ങൾക്ക് നീട്ടിത്തരണേ അല്ലാ. ഇത് നിങ്ങളെ ഒരു പടക്കത്തിൽ പൊട്ടുന്നതല്ല ചേളാരികളെ. ആലോചിച്ചു. സോഫ സെറ്റുമ്പോ കാര്യം കുത്തിരിക്ക, താണിക്കല്ലുമ്പോ തവളത്തിരിക്കണ മാതിരി. ഏത് ഈ ഒന്നുണ്ടാക്കാത്ത കൈ മുത്താൻ പോയതാ. എന്നിട്ട് ഇവര് പറഞ്ഞതോ ഞങ്ങളെ മദ്രസ പിടിച്ചാൻ വരരുത് കേട്ടോ. AP ഉസ്താദ് പറഞ്ഞത് എന്താ, നിങ്ങള് രാജ്യത്ത് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്, വർഗീയ ധ്രുവീകരണമൊക്കെ നടക്കുന്നുണ്ട് അല്ലേ. ഒരു ആഭ്യന്തരമന്ത്രി ആക്കാൻ പറ്റിയ വർത്താന പറഞ്ഞു പോന്നിക്കണേ അല്ലേ. പാണക്കാട്ടെ തങ്ങൾ പാപ്പിയൊക്കെ അങ്ങാടി കൂടെ വോട്ടൊഴിച്ച് നടന്ന മാതിരി AP ഉസ്താദ് നടന്നില്ലെങ്കിൽ ആ പണ്ഡിതൻ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഞങ്ങൾക്ക് ആ ഏർപ്പാട് പറ്റൂല. എന്തുകൊണ്ട്? ഖുർആനും സുന്നത്തും അനുസരിച്ച് പ്രവർത്തിക്കുന്നതല്ല ഇന്ത്യൻ ജനാധിപത്യം. ഇവിടെ ആരും ചിലപ്പോ ജയിച്ചു. ഒരു തുണി തീരെ എടുക്കാത്തവനാണ് മത്സരിച്ച് കട്ടകാലത്തിന് ഒരു നോട്ടം പണി ജയിച്ചു എന്ന് കൂട്ടിക്കോളിയും കളിച്ചു. അതങ്ങനെയാണ് നോക്കിങ്ങള്. ഇപ്പൊ നിയമസഭയിൽ ഒരു വോട്ട് UDF-ന്റെ കാണാനില്ലാന്നാ, മണ്ണാർക്കാട്ട് നിന്നാണാവോ ഞമ്മക്കറിയില്ല. ഇത് പേച്ചാ പിന്നെ അങ്ങനെ പേച്ചുകൊണ്ടുണ്ടാവും. ഇത് ജനാധിപത്യം എന്ന് പറഞ്ഞ അങ്ങനെ തുണി എടുക്കാത്ത ഒരുത്തം മത്സരിച്ച് ജയിച്ചാൽ ബാക്കി 130 നോക്കി കുത്തിരിക്കേണ്ടി വരും. ഒരു മാർഗം ജനാധിപത്യത്തിനില്ല. ഔറത്ത് മറക്കണം എന്നിട്ട് ചർത്തുണ്ടോ ഇലക്ഷനിൽ മത്സരിച്ചാണ്? അങ്ങനെയൊന്നുമില്ല. അപ്പൊ അതൊക്കെയാണ് ജനാധിപത്യം. അവിടെ തോൽക്കും ജയിക്കും അതിനല്ല പ്രധാനം, അന്തസ്സുള്ള നിലപാടിനാണ്. അന്തസ്സുള്ള നിലപാടിന് ഞങ്ങളെ നേതാവ് എവിടെയും നിലപാടെടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഫാസിസ്റ്റുകൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനില് ഇന്ത്യൻ മുസ്ലിമുകൾ നാടുവിടണമെന്ന ആഹ്വാനവുമായി വന്നപ്പോ ആ നരേന്ദ്രമോദിയുടെ മൂക്കിന് ചുവട്ടിൽ കടന്നു ചെന്ന് അഹമ്മദാബാദിൽ ആയിരങ്ങളെ അഭിസംബോധനം ചെയ്ത് പറഞ്ഞ വാക്ക ഹിന്ദുസ്ഥാൻ ഹമാരാ വതൻ ഹൈ, ഇന്ത്യ ഞങ്ങളെ ജന്മനാടാ. ചിലർക്ക് പരിതാപം എന്തിനാ? മോഡി AP ഉസ്താദിനെ മാത്രമേ സമ്മേളനം നടത്താൻ അയച്ചിട്ടുള്ളൂ. അത് ചങ്കുറപ്പുണ്ടായ ആരും അയക്കും. നട്ടെല്ല് വേണം ശരീരത്തിൽ, അത് നടുപ്പുറത്ത് കിട്ടണം. സുഹൃത്തുക്കളെ, നട്ടെല്ലില്ലാത്തവർക്ക് നടുപ്പുറത്ത് ലാത്തിയേ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവിടെ ആ പ്രഖ്യാപനം ഉസ്താദ് നടത്തുന്ന മോഡിന്റെ നാട്ടിലാ, മോഡിന്റെ ചെലവിലാണ് എന്നാ നമ്മൾ സമ്മേളനം നടത്തിയ ബലു പറയുന്നത്. എന്നിട്ട് ഉസ്താദ് പറഞ്ഞ വർത്താനത്തിന്റെ കുറ്ററുപ്പ് നോക്കി. हिंदू मुसलमान क्रिश्चियन बुद्धन जैन और जो बाकी है सबका वतन है इंडिया. സുഹൃത്തുക്കളെ, ഇനിങ്ങക്കറിയില്ലേ ആ മോഡിന്റെ മുരീദ് തൊഗാടിയ കേരളത്തിൽ വന്നിട്ട് പറഞ്ഞു നമ്മളോട് പോകാൻ. കാന്തപുരത്തെ സുൽത്താൻ പറഞ്ഞു നിങ്ങൾക്ക് പോകാം, ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. വലിയ മനക്കരുത്ത്. നമ്മളാരെയും ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഹിന്ദുക്കളെ ആക്രമിക്കുന്നവരല്ല, നമ്മൾ അവരെ ഒന്നും ചെയ്യുന്നവരല്ല. പക്ഷേ ഹിന്ദുക്കളിൽ ആരെങ്കിലും ഒരാള്, നമ്മളെ കേരളത്തെ പറ്റി ഒന്നും പരിചയമില്ലാത്ത ഒരാള് എവിടുന്നോ വന്നിട്ട് ഇവിടുത്തെ മുസ്ലിമീങ്ങളൊക്കെ പാകിസ്ഥാനിൽ പോകണം എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ കുത്തിരിക്കുന്നവരല്ല ഇവിടുത്തെ മുസ്ലിമീങ്ങൾ. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നതും നല്ലതാണ്. അതുകൊണ്ട് നമ്മളെ കേരളത്തിലുള്ള ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി എവിടുന്നെങ്കിലും ഒരുത്തം വന്നിട്ട് മുസ്ലിംകളൊക്കെ ജാവോ ജാവോ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഗോ ഗോ എന്ന് നമ്മൾ പറയും. ആര് പറയും? കാന്തപുരത്തെ സുൽത്താന്റെ പട്ടാളം പറയോ? ചേളാരികളെ, അന്തണ്ടെങ്കിൽ ഒപ്പം കൂടിക്കോളി, ഇല്ലെങ്കിൽ ലക്കും ദീനക്കും വലിയ ദീൻ. ഞാൻ വെറുതെ പറയല്ല. ഇതുപോലെ മോഡിന്റെ വേറൊരു മുരീദ് കേരളത്തിൽ വന്നു, ബാബാ രാംദേവ്. കുത്തിബത്തിനല്ല യാഗ നടത്താൻ. എന്തിനെ? സെക്കുലർ മനസ്സുള്ള കേരളത്തിൽ നിന്ന് മോഡിക്ക് കൈപൊക്കാൻ ഒരു MP ഉണ്ടാക്കാൻ.
ആര് പോയി കെട്ടിപ്പുണരാൻ ചാനലുകൾ വിളിച്ചു പറയും. നരേന്ദ്രമോദിക്ക് വോട്ട് പിടിക്കാനായി കേരളത്തിലെത്തിയ ബാബ രാംദേവിനൊപ്പം മുസ്ലിം ലീഗ് നേതാവ് വേദി പങ്കിട്ടത് വിവാദമാകുന്നു. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഷാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ബിജെപി നേതാക്കളോടൊപ്പം ബാബ രാംദേവിന്റെ വേദി പങ്കിട്ടത്. കോഴിക്കോട് സമയാകം പരിപാടിയിലായിരുന്നു സംഭവം. ബിജെപി നേതാവ് നരേന്ദ്രമോദിക്ക് വോട്ട് പിടിക്കാനായി കേരളത്തിലെത്തിയ ബാബ രാംദേവിനൊപ്പമാണ് മുസ്ലിം ലീഗ് നേതാവ് വേദി പങ്കിട്ടത്. കോഴിക്കോട് നടക്കുന്ന സോമയാഗം പരിപാടിയിലാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ബിജെപി നേതാക്കളായ ഒ രാജഗോപാലിനും ശ്രീധരൻപിള്ളക്കുമൊപ്പം പങ്കെടുത്തത്. ബിജെപിക്ക് വേണ്ടി 300 സീറ്റ് ഉറപ്പുവരുത്തുകയാണ് തന്റെ ലക്ഷ്യമെന്ന് ബാബ രാംദേവ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. 30 करोड़ का इसलिए बोला हमने कि इस देश में अभी 80 करोड़ वोटर्स है, अभी 8 करोड़ वोटर्स नए बनने हैं, तो हमने इसमें भी हमारा टारगेट है कि करीब 5 करोड़ नए वोटर्स को भी हम लिस्टिंग करवाएंगे. സുഹൃത്തുക്കളെ, ഇവിടെ നമ്മുടെ ലക്ഷ്യം അല്ലാഹുവിന്റെ ദീന പ്രബോധനം ചെയ്യലാണ്. ലിതകൂന കലിമത്തുല്ലാഹി അൽ ഉല്യാ. ആ ദീനിന്റെ ഔന്നിത്യത്തിന് വേണ്ടി രാപ്പകലില്ലാതെ ജീവിതത്തിന്റെ വാർദ്ധക്യത്തിലും ഓടി നടക്കുന്ന ഒരു പണ്ഡിതന് പാരമ്പര്യമായി ആരുടെയോ മനസ്സിൽ രൂപപ്പെട്ടു വന്ന അന്ധമായ വെറുപ്പും വൈരാഗ്യവോ പിൻതലമുറയിലേക്ക് ഫാത്തിഹ ഓതി കുത്തിവെച്ച ഈ സമുദായത്തിൽ ഉണ്ടാകുന്ന ഏത് ഐക്യങ്ങളെയും തുരങ്കം വെക്കാൻ ഈ അസൂയയും അസഹിഷ്ണുതയും ദുരുപയോഗം കൊടുത്തി പ്രവർത്തിക്കുമ്പോ ആ പണ്ഡിതനെ ഉമ്മത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ്, അവിടെ ഈ മതത്തിന്റെ പ്രബോധനത്തിലാണ്, ഈ സമുദായത്തിന്റെ നിർമ്മാണ പദ്ധതികളിലാണ്. അതുകൊണ്ട് തന്നെ ഈ സുന്നത്തിയമായത്തിന്റെ പ്രവർത്തനമെന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ മറ്റു ലക്ഷ്യങ്ങളില്ല. നമ്മുടെ നയങ്ങളും നിലപാടുകളും ശ്വാസോച്ഛ്വാസങ്ങളും ചലനങ്ങളും നിശ്ചലനങ്ങളും ഇടപെടലുകളും ബന്ധപ്പെടലുകളും വാക്കുകളും ചിന്തകളോ അല്ലാഹു ആ നിലക്കവൻ പൊരുത്തപ്പെടുന്ന ദീനിന്റെ ഖാദിമീങ്ങളായി സാധുക്കളായ നമ്മളെയും ലക്ഷക്കണക്കായ നമ്മുടെ സഹപ്രവർത്തകർ, സംഘടനാ നേതാക്കൾ, സാദാത്തുക്കൾ, അലിമീങ്ങൾ അവൻ പൊരുത്തപ്പെടുന്ന ദീനിന്റെ ഖാദിമീങ്ങളായി സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ഈ ഉമ്മത്തിന്റെ നായകനായ, ഈ സമുദായത്തിന്റെ സമുദ്ധാരകനായ ഞങ്ങളെ കപ്പിത്താൻ മഹാനായ കാന്തപുരം ഉസ്താദ് അടക്കമുള്ള ഞങ്ങളെ ഉലമാക്കളുടെ ദീർഘായുസ് കൊണ്ട് ഞങ്ങളെ ഇസ്സത്തിലാക്കണേ അല്ലാ, ഞങ്ങളെ സലാമത്തിലാക്കണേ അല്ലാ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. മാറി